الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രബോധകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാമ ബൈഖൂനിയുടെ ഉസൂൽ ഹദീസിലെ ഒരു കവിതയാണ്. ഉസൂൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്രം. ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് നാം വേർതിരിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ ക്രോഡീകരിച്ച നിയമങ്ങൾക്കാണ് ഖവാഇദുൽ ഹദീസ്, ഉസൂലുൽ ഹദീസ് എന്നൊക്കെ വിളിക്കാറുള്ളത്. ഉസൂലുൽ ഹദീസ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഉസൂൽ ഹദീസിന് പഠിക്കുക എന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ രണ്ടാം പ്രമാണമായ സുന്നത്ത് പ്രകാരം നാം അമൽ ചെയ്യണമെങ്കിൽ സുന്നത്ത് സഹീഹത്തായിരിക്കണം, ഹദീസ് സഹീഹായിരിക്കണം. എങ്ങനെയാണ് നാം ഹദീസ് ദഈഫും സഹീഹും വേർതിരിച്ച് മനസ്സിലാക്കുക? അതിന് ഉസൂൽ ഹദീസിൻ്റെ സഹായം വേണം. അപ്പോൾ രണ്ടാം പ്രമാണമായ ഹദീസുമായി ബന്ധപ്പെട്ട മഹത്തായ ശാസ്ത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഈ പുണ്യ മണ്ണിൽ മക്കയിൽ വെച്ച് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ഉസൂൽ ഹദീസ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, നാം പഠിച്ചതാണ്. വഹുവ മിൻ ഉലൂമിൽ ആഖിറത്തി ലാ മിൻ ഉലൂമിദ് ദുനിയ. അതായത് ആഖിറത്തിൽപ്പെട്ട, പരലോകവുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളിൽ ഒന്നാണ് ഇൽമുൽ ഹദീസ്. ലാ മിൻ ഉലൂമിദ് ദുനിയ, ദുനിയാവിൻ്റെ ഇൽമുകളിൽ പെട്ടതല്ല. വമൻ റുസിഖഹു ഫഖദ് നാല ഖൈറൻ അദീമ വമൻ ഹുരിമഹു ഫഖദ് ഹുരിമ ഖൈറൻ കസീറ. അതായത് ഈ ഇൽമ് വല്ലവനും നഷ്ടമായാൽ വലിയ ഖൈറാണ് അവൻ നഷ്ടമായത്. അത് വല്ലവനും ലഭിച്ചു കഴിഞ്ഞാൽ മഹത്തായ ഫضലാണ്, അള്ളാഹുവിൻ്റെ ഫضലാണ് അവൻ ലഭിച്ചത് എന്ന് ഇമാം നവവി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിമഹത്തായ ഇൽമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ക്ലാസ്സിൽ സംബന്ധിക്കുക, പങ്കെടുക്കുക. ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. അതായത് പണ്ഡിതനാണെന്ന് പറയപ്പെടുവാൻ വേണ്ടി ഇൽമു പഠിച്ചാൽ ആദ്യം നരകത്തിൽ പ്രവേശിക്കുന്ന വിഭാഗക്കാരിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇഖ്ലാസ് എന്നത് ശരിക്കും നാം എപ്പോഴും പുതുക്കണം. അള്ളാഹുവിനോട് അതിനു വേണ്ടി തേടണം. അള്ളാഹുവെ, റിയായിൽ നിന്നും സുംഅയിൽ നിന്നും എന്നെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഒരു താലിബുൽ ഇൽമിൻ്റെ നിയ്യത്തോടൊപ്പം തന്നെ അത് പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ ഇഖ്ലാസോടെ ഇഹ്സാനോടെ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, ഇഹ്സാനിൻ്റെ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തുകയില്ല. പ്രിയമുള്ളവരെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഹീഹായ ഹദീസിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഇമാം ബൈഖൂനി റഹിമഹുല്ലാ തുടങ്ങുന്നത് എന്താണ്? സഹീഹായ ഹദീസ് എന്ന വിഷയമാണ്. അപ്പോൾ സഹീഹായ ഹദീസിന് നിർവചനം നാം പഠിച്ചു കഴിഞ്ഞു. ഹുവൽ ഹദീസുൽ ലദി ഇത്തസല സനദുഹു ബിനഖ്ലിൽ അദ്ലി അദ്ദാബിതി അൻ മിസ്ലിഹി ഇലാ മുൻതഹാഹു മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ല. എന്താണ് സഹീഹായ ഹദീസ് എന്ന് വെച്ചാൽ? അതായത് അതിൻ്റെ സനദ് ചേർന്നിരിക്കുന്നതാണ്, പരസ്പരം ചേർന്നതാണ്, കണ്ണിമുറിയാതെ ചേർന്നിരിക്കുന്ന മുത്തസിലായ
സനദാകുന്നു സഹീഹായ ഹദീസിൻ്റെ സനദ്. ആ സനദാകട്ടെ ആരാണ് പരസ്പരം കൈമാറിയത്, എങ്ങനെയുള്ള റിപ്പോർട്ടർമാരാണ്, റാവിമാരാണ്? ബിനഖ്ലിൽ അദ്ലി ദ്വാബിതി അൻ മിസ്ലിഹി. ബിനഖ്ലി എന്ന് പറഞ്ഞാൽ നഖ്ല് കൊണ്ട്, അതായത് ഉദ്ധരിച്ചതാരാണ്, ആരാണ് ആ സനദ് നഖ്ല് ചെയ്തത്, ഉദ്ധരിച്ചതാരാണ്? അൽ അദ്ൽ, വിശ്വാസയോഗ്യനായ. അദ്വാബിതി, ഹദീസ് മനപ്പാടമാക്കുന്ന വിഷയത്തിലും രേഖപ്പെടുത്തുന്ന വിഷയത്തിലും അവഗാഹമുള്ള, പ്രാവീണ്യം നേടിയ റാവി. അൻ മിസ്ലിഹി, അയാളെപ്പോലെയുള്ള ദ്വാബിതായ റാവിയിൽ തന്നെ ഉദ്ധരിച്ചുകൊണ്ട്. ഇലാ മുൻതഹാഹു, ആ സനദിൻ്റെ അങ്ങേയറ്റം വരെ, അവസാനം വരെ അങ്ങനെ തന്നെ. അപ്പം എന്താണ്? അദിലും ദ്വാബിത്തുമായിരിക്കണം, വിശ്വാസയോഗ്യനായിരിക്കണം, ഹദീസ് മനപ്പാടമാക്കുന്ന വിഷയത്തിൽ പെർഫെക്ഷനുള്ള പെർഫെക്റ്റായ റാവിയായിരിക്കണം. ഇലാ മുൻതഹാഹു, അവസാനം വരെ. മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ലത്തിൻ, ശുദൂദ് ഉണ്ടാകാൻ പാടില്ല, ആ സനദിൽ ഇല്ലത്ത് ഉണ്ടാകാൻ പാടില്ല. എന്താണ് ശുദൂദ് എന്ന് വെച്ചാൽ? അതായത് കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരെ വിശ്വാസയോഗ്യനായ റാവി ഉദ്ധരിക്കുന്നതിനാണ് എന്ത് പറയുക? ശുദൂദ്, ഷാദ് എന്ന് പറയും. ഹദീസ്, അങ്ങനെയുള്ള ഹദീസിന് ഷാദായ ഹദീസ്. ഷാദ് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട് ഒരു സമുദായത്തിൽ നിന്ന്, ഒരു വിഭാഗത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് എന്ത് പറയും? അഷാദ് എന്ന് പറയും. ജുംഹൂറിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഷാദാണെന്ന് പറയും. ഭാഷയിൽ അങ്ങനെയാണ്. അപ്പോൾ ഹദീസുൻ ഷാദ് എന്ന് വെച്ചാൽ പരമ്പര എന്തായിരിക്കും? ബാഹ്യമായി സഹീഹായിരിക്കും. പക്ഷെ അയാളെക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരെ ഉദ്ധരിക്കുമ്പോൾ അത് അയാൾ സ്വയം വിശ്വാസയോഗ്യനാണെങ്കിൽ തന്നെ അയാളെക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യരായ, അത് എണ്ണത്തിലാകട്ടെ വണ്ണത്തിലാകട്ടെ, അപ്പോൾ അയാളുടെ റിവായത്ത് ഷാദും മറ്റുള്ളവരുടെ റിവായത്ത് ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാരുടെ റിവായത്തിനെ കുറിച്ച് സംബന്ധിച്ചെന്ന് പറയും മഹ്ഫൂദ് എന്ന് പറയും. നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് ഇമാം ബൈഖൂനിയയിൽ ഉൾപ്പെടുത്തിയ ഒരു ഇനമാണ്, ഹദീസിൻ്റെ ഇനമാണ് എന്ത്? ഷാദ്. വമാ യുഖാലിഫ് സിഖത്തുൻ ഫീഹിൽ മലാ ഫശ്ശാദ് വൽ മഖ്ലൂബ് എന്നൊക്കെ നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. വമാ യുഖാലിഫ് സിഖത്തുൻ, യോഗ്യനായ ഒരു റാവി, വമാ യുഖാലിഫ്, അയാൾ എതിരായിട്ട് റിപ്പോർട്ട് ചെയ്താൽ, ഫീഹിൽ മലാ, അതായത് ഒരു കൂട്ടം വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരെ റിപ്പോർട്ട് ചെയ്താൽ ഫശ്ശാദ്, അതിനാണ് ഷാദ് എന്ന് പറയുക. ബൈഖൂനി പറയുന്നുണ്ട്, നാം വിശദമായി പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ തുടക്കക്കാർ പഠിക്കേണ്ട ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണത്? അൽ ബൈഖൂനി, അല്ലാമ ബൈഖൂനി റഹിമഹുല്ലാ ചിട്ടപ്പെടുത്തിയ അൽ ബൈഖൂനിയ. 34 വരികളേ ഉള്ളൂ. കുട്ടികൾക്ക് പോലും അത് പഠിക്കാൻ പറ്റും. അതേപോലെ അർത്ഥം നമുക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നാം പഠിക്കുന്നത്? ഇസ്ലാമിക ദഅവത്തിൽ, പ്രബോധനത്തിൽ പ്രവർത്തിക്കുന്ന പ്രബോധകർ പ്രത്യേകം പഠിച്ചിരിക്കണം. കാരണം നാം ദഅവത്ത് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണെന്ത്? ഹദീസ് സഹീഹാണോ ദഈഫാണോ, എന്തുകൊണ്ട് സഹീഹായി, എന്തുകൊണ്ട് ദഈഫായി. അപ്പം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നമുക്കറിയാം. ആധുനിക കാലഘട്ടത്തിൽ ഹദീസിൻ്റെ വിഷയത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി റഹ്മഹുല്ലാ. 20-ാം വയസ്സിൽ തുടങ്ങിയതാണ് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ വിഷയത്തിലുള്ള വർക്ക് തുടങ്ങിയത്. എത്രാമത്തെ വയസ്സിലാണ്? 20-ാം വർഷം. ഏകദേശം 90 വയസ്സിലാണ് മരണപ്പെട്ടത്. 70 വർഷക്കാലം ഇൽമുൽ ഹദീസിൽ അദ്ദേഹം കാര്യമായ അധ്വാനം, സംഭാവനകൾ നൽകി റഹ്മത്തുള്ളാഹി അലൈഹി. 70 വർഷക്കാലം. നാം മനസ്സിലാക്കണം, എത്രയോ ഗ്രന്ഥങ്ങൾ എഴുതി. ആ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ തഹ്ഖീഖാത്തുമൊക്കെ സലഫി ലോകത്തിന് മാത്രമല്ല, ഇപ്പോൾ ഹദീസ് സഹീഹാണോ ദഈഫാണെന്നൊക്കെ പരിശോധിക്കുവാൻ വേണ്ടി അഹ്ലുസുന്നത്ത് മാത്രമല്ല സലഫികളല്ലാത്ത വിഭാഗക്കാരും പലപ്പോഴും അൽബാനിയുടെ ഗ്രന്ഥമാണ് അവലംബിക്കാറുള്ളത്. അപ്പോൾ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഉദാഹരണമാണ്. അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലത്തും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കും.
അപ്പോൾ ഇതാണ് സഹീഹായ ഹദീസിന്റെ നിർവചനം. അതിനുള്ള ഉദാഹരണം നാം പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. قال البخاري في صحيحه حدثنا عبد الله بن يوسف. ഇതിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി. നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദ്. അദ്ദേഹം ആരിലും ധരിക്കുന്നത് അഖ്ബറന മാലിക്കുൻ. ഖാല അഖ്ബറന മാലിക്കുൻ. ഇമാം മാലിക്. ആരാണ് ഇമാം മാലിക്? 4 മദ്ഹബുകളിൽ ഒരു ഇമാമാണ്. മദ്ഹബുകളിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ് ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാമു ദാരിൽ ഹിജ്റ. മദീനക്കാരുടെ ഇമാമായിരുന്നു ഇമാം മാലിക്. അപ്പൊ ഇമാം മാലിക്കും ഈ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് തമ്മിലുള്ള ബന്ധം എന്താണ്? അതെ, ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് എന്ന് മാത്രമാണോ? എന്താണ് സവിശേഷത? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫിന്റെ സവിശേഷത എന്തായിരുന്നു? ഏറ്റവും അർഹനായ യോഗ്യനായ പണ്ഡിതൻ. മിൻ അസ്ബത്തിൻ നാസി ഫീ മുവത്തഇ മാലിക്കിൻ. ഇമാം മാലിക്കിന്റെ മുവത്ത ഉദ്ധരിക്കുവാൻ ഏറ്റവും യോഗ്യനായ റാവി ആരായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഒരു ഉസ്താദാണ്. നാം മനസ്സിലാക്കണം, മഹാപണ്ഡിതന്മാരിൽ നിന്നാണ് ഇമാം ബുഖാരി ഹദീദ് പഠിച്ചത്. ഖാല അഖ്ബറനാ മാലിക്കുൻ. മഹാനായ ഇമാം മാലിക്കാണ് ഉസ്താദ്. അൻ ഇബ്നു ശിഹാബിൻ. ആരാണ് ഇബ്നു ശിഹാബ്? അബൂബക്കർ മുഹമ്മദ് ബിൻ മുസ്ലിം ഇബ്നു ശിഹാബ് അസ്സുഹ്രി. അസ്സുഹ്രി, ഇമാം സുഹ്രിയാണ് ഇമാം മാലിക്കിന്റെ ഉസ്താദ്. ഇമാം സുഹ്രി ആരായിരുന്നു? താബിഈ പണ്ഡിതൻ. താബിഈ പണ്ഡിതനായ പ്രഗൽഭനായ മുത്തഫഖുൻ അലാ ജലാലതിഹി വ ഇത്ഖാനിഹി എന്നാണ് ഇബ്നു ഹജർ അസ്ഖലാനി തഖ്രീബുത് തഹ്ദീബ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത്. തഖ്രീബുത് തഹ്ദീബ് എന്നൊരു പുസ്തകം കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായി പരിചയപ്പെടുത്തിയിരുന്നു. എന്തിനാണെന്ന് ഓർമ്മ ഉണ്ടാവും. അതായത് ഒരു റാവിനെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് വളരെ ബ്രീഫായിട്ട് അയാൾ വഈഫാണോ അല്ല ഫിഖത്താണോ വിശ്വാസയോഗ്യനാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കണം. അത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മഹാഹദീസ് പണ്ഡിതൻ, അദ്ദേഹം വളരെ മുഖ്തസറായ ഒരു കിതാബ് എഴുതിയതാണ് തഖ്രീബു അത്തഹദീബ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് മെമ്പർമാർ അതേപോലെ തന്നെ ശ്രോതാക്കളൊക്കെ പഠിതാക്കൾ ഈ ഒരു ഗ്രന്ഥം സംഘടിപ്പിക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ ഓരോ സമയത്ത്, നമ്മുടെ പഠന സമയത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഘട്ടം ഘട്ടമായിട്ട്, എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് ഒരുമിച്ച് സംഘടിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ ഘട്ടം ഘട്ടമായി നമ്മുടെ കൈവശം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വേണം. അപ്പോൾ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനുള്ള പെട്ട തഖ്രീബുത് തഹ്ദീബ് എന്ന ഗ്രന്ഥം നമ്മുടെ കൈവശം വേണം. എന്തിനാണത്? ഒന്ന് നോക്കുക. ഇമാം മാലിക് ഇബ്നു അനസ് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് അത്തിന്നീസി എന്ന പണ്ഡിതൻ, റാവി. അദ്ദേഹം എന്താണ്? അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഫിഖത്താണെന്ന് പറയും, അല്ലെങ്കിൽ വഈഫാണെന്ന് പറയും. ആര്? ഇബ്നു ഹജറിൽ അസ്ഖലാനി. ഈ തഖ്രീബുത് തഹ്ദീബ്, ഞാൻ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഈ തഖ്രീബ് എഴുതിയത്? സുബ്ഹാനല്ലാഹ്. തഖ്രീബുത് തഹ്ദീബിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ മൂലഗ്രന്ഥം ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പ്രസിദ്ധനായ ഇമാമായിരുന്നു അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 600 മരണപ്പെട്ട മഹാഹദീസ് പണ്ഡിതൻ, സലഫി പണ്ഡിതൻ, ഹംബലി മദ്ഹബിലെ പണ്ഡിതൻ അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി. ഇപ്പോൾ കുട്ടികളൊക്കെ ഹദീസ്, അതായത് കർമ്മശാസ്ത്രത്തിലെ ഹദീസുകൾ പഠിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുള്ള ഗ്രന്ഥമാണ് ഉംദത്തുൽ അഹ്കാം. അതാരെ എഴുതിയത്? അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി. അദ്ദേഹം സലഫി പണ്ഡിതനായിരുന്നു, ഹംബലി പണ്ഡിതനായിരുന്നു. അപ്പോൾ അൽ ഹാഫിദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി അൽ കമാൽ ഫി അസ്മാഇർ റിജാൽ. അതായത് അൽ കുതുബു സിത്ത ഉണ്ട് നമുക്ക്, അല്ലേ? അതായത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ എത്രയാണ്? 6 അൽ കുതുബു സിത്ത. ചില പണ്ഡിതന്മാർ അതിന് അസ്സിഹാഹു സിത്ത എന്ന് പറയും. അത് അതിനേക്കാൾ സൂക്ഷ്മമായ പ്രയോഗമാണ് അൽ കുതുബു അസ്സിത്ത. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി. അപ്പോൾ ഈ 6 ഗ്രന്ഥങ്ങളിൽ വന്ന റാവിമാരെ കുറിച്ച് അവർ വിശ്വാസയോഗ്യരാണോ അല്ലേ എന്ന രൂപത്തിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അൽ കമാൽ ഫി അസ്മാഇർ റിജാൽ. അതിനുശേഷം വന്നൊരു പണ്ഡിതനാണ് അൽ ഹാഫിദ് അബുൽ ഹജ്ജാജ് അൽ മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു കസീറിൻ്റെ ഉസ്താദാണ്. ഇബ്നു കസീറിൻ്റെ ഉസ്താദ് മാത്രമല്ല, ഇബ്നു കസീറിൻ്റെ
അമോഷനുമാണെന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവുമാണ്. ആര്? അൽ ഹാഫിദ് അബുൽ ഹജ്ജാജ് അൽ മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി. പലപ്പോഴും ഖാല ശൈഖുന എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തും ഇബ്നു കസീർ ശൈഖുന എന്ന രൂപത്തിൽ വളരെ ബഹുമാനത്തോടെ ആദരവോടെ തഫ്സീറിൽ പരിചയപ്പെടുത്തിയ രണ്ട് പണ്ഡിതന്മാരാണ്. ഒന്ന് ഇമാം മിസ്സിയും, രണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും തഫ്സീറിൽ. അങ്ങനെ ഇമാം മിസ്സി എഴുതിയതാണ് തെഹ്ദീബുൽ കമാൽ ഫി അസ്മാഇർ റിജാൽ. അതായത് കമാലിൻ്റെ മുഖ്തസറാണ് ഏത്? തെഹ്ദീബുൽ കമാൽ ഇമാം മിസ്സി എഴുതി. ഇതൊക്കെ ഇപ്പം ഈ തഖ്രീബു തെഹ്ദീബിൻ്റെ മൂലഗ്രന്ഥം എന്താണ്? ഒന്ന് അൽ കമാൽ ഫി അസ്മാഇർ റിജാൽ, അൽ ഹാഫിദ് അബ്ദുൽ ഗനി എഴുതിയത്. ശേഷം വന്ന പണ്ഡിതനാണ് ഇമാം മിസ്സി, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് തെഹ്ദീബുൽ കമാൽ. ഇബ്നു ഹജർ അസ്ഖലാനി അതിന് ശേഷം വന്നിട്ട് അതിനെയും പിന്നീട് തെഹ്ദീബാക്കി, പറഞ്ഞാലും മുഖ്തസറാക്കി, ഒന്നുകൂടി ചുരുക്കി, ഒന്നുകൂടി ഉഷാറാക്കി എഴുതിയ ഗ്രന്ഥമാണ് തെഹ്ദീബു തെഹ്ദീബ്. ഇതൊക്കെ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാട്ടോ, ഞാൻ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെ അച്ചടിക്കപ്പെട്ടതാണ്. തെഹ്ദീബു തെഹ്ദീബിൻ്റെ വളരെ ബ്രീഫായ, വളരെ മുഖ്തസറായ ഗ്രന്ഥമാണ് സാധാരണക്കാർക്ക് പോലും ഉപയോഗപ്പെടുത്താം. എന്താണ് തഖ്രീബു അത്തെഹ്ദീബ്? നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ അധ്വാനം എത്രമാത്രം പണ്ഡിതന്മാർ പരിശ്രമിച്ചിട്ട് അതിൻ്റെ ഒരു അനന്തരഫലമാണ് ശരിക്കും തഖ്രീബു തെഹ്ദീബ്. അപ്പോൾ എന്താണ് ഈ തഖ്രീബു തെഹ്ദീബിൻ്റെ ഉള്ളടക്കം? എന്താണ്? 6 കുത്തുബുണ്ട്. ഏതാണ് 6 കുത്തുബ്? ഞാൻ പറഞ്ഞു ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, അൽ കുത്തുബു സിത്ത. അൽ കുത്തുബു സിത്തയിലെ റാവിമാരെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. ഈ റാവിയുടെ പേര് ഇങ്ങനെയാണ്, ഈ റാവി ഫിഖത്താണ് അല്ലെങ്കിൽ ദഈഫാണ് എന്ന് വളരെ ഷോർട്ടായിട്ട് 1-2 വരികളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി വളരെ ഷോർട്ടായി രചിച്ച ഗ്രന്ഥമാണ് തഖ്രീബു അത്തെഹ്ദീബ്. പറഞ്ഞു വരുന്നത് അഖ്ബറന മാലികുൻ അൻ ഇബ്നു ശിഹാബ്. ഈ ഇമാം ഇബ്നു ശിഹാബ് അസ്സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു ശാസ്ത്രത്തിലൂടെ നമുക്ക് പ്രഗത്ഭരായ നമ്മുടെ സലഫുസ് സാലിഹ്യങ്ങളെ കുറിച്ച് പഠിക്കുവാനും അവരുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുവാനും അവരുടെ അധ്വാനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കുവാനും, എങ്കിലാണ് നമുക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മുടെ ദീനിന് വേണ്ടി പണ്ഡിതന്മാർ എത്രയോ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, എത്രയോ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. നാം എവിടെയാണ് നിൽക്കുന്നത്? നാം എങ്ങനെയൊക്കെയാണ് ഈ പണ്ഡിതന്മാരുടെ അധ്വാനങ്ങൾ നാം ഉപയോഗപ്പെടുത്തിയത്? ഈ ഹദീസ് നിദാന ശാസ്ത്രം നമുക്ക്, അതായത് ഈ പുണ്യമണ്ണിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടും ഖുർആനും ഹദീസും ആധികാരികമായി പഠിക്കാനുള്ള അവസരമുണ്ടായിട്ടും നാം പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്തമാണിത്. അതുകൊണ്ട് ഇത് വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നൊരു അർത്ഥവും നമുക്ക് ഈ പഠനത്തിലൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇമാം സുഹ്രി, ഈ സുഹ്രി എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? അതായത് പണ്ഡിതന്മാരുടെ കുടുംബ പേര്, അതിനാണ് അൻസാബ് എന്ന് പറയും അറബിയിൽ. അൻസാബിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ വളരെ, പ്രത്യേകിച്ച് ഹദീസ് പണ്ഡിതന്മാർ വളരെയധികം പ്രാധാന്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അൻസാബിലൂടെ ആ അൻസാബ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, അതേപോലെ ഓരോ കുടുംബ പേരിൻ്റെയും എന്താണ് അങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം, അതിൻ്റെ ആ കുടുംബ പരമ്പര എന്താണ് എന്നൊക്കെ പണ്ഡിതന്മാർ വളരെ പ്രാധാന്യത്തോടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇസ്ലാമിക ചരിത്രത്തിൽ അൻസാബിൻ്റെ വിഷയത്തിൽ പ്രഗത്ഭരായ ഇമാമിയങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഒരു വിസ്മയമാണ് ഇമാം സമആനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അൽ അൻസാബ്. 10 വാള്യങ്ങളിൽ അച്ചടിക്കപ്പെട്ടു. അൻസാബിൻ്റെ വിഷയത്തിൽ 10 വാള്യങ്ങളിൽ. എപ്പോഴാണ് അദ്ദേഹം എഴുതുന്നത് മനസ്സിലാക്കണം. അതായത് ഹിജ്റ 562 അദ്ദേഹം മരണപ്പെടുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം ഒരു 550 എഴുതി വെക്കുക. അതായത് 900 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇപ്പോഴും പൂർണ്ണമായും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സലഫുസ് സാലിഹ്യങ്ങൾ ചരിത്രം നിറഞ്ഞു നിൽക്കുന്നൊരു ഗ്രന്ഥമാണ് കിതാബുൽ അൻസാബ്. ഇമാം സമആനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഒരു വിസ്മയമാണ്. അതിൽ പറയുന്നുണ്ട്, ഒരു ഉദാഹരണം പറയാണ്, അസ്സുഹ്രിയു. അപ്പോൾ അസ്സുഹ്രി എന്ന് വായിക്കേണ്ടത് സഹ്രിയു അല്ലെങ്കിൽ സിഹ്രിയു, സുഹ്രിയു എങ്ങനെ വായിക്കേണ്ടത്? ഇമാം സമആനി പറയുന്നു ബി ദമ്മി സായി, സായിക്ക് എന്ത് കൊടുക്കണം? ലമ്മ് കൊടുക്കണം. വ സുക്കൂനിൽ ഹാഇന് സുക്കൂന് കൊടുക്കണം. വ കസ്രി റാഇന് കസ്ർ കൊടുക്കണം. ഹാദിഹി നിസ്ബത്തു ഇലാ സുഹ്റത്ത് ഇബ്നു കിലാബ്. സുഹ്റത്ത് ഇബ്നു കിലാബ് എന്ന ആദ്യ പിതാവിലേക്കാണ്, ഗോത്രപ്പേരിലേക്കാണ് മടങ്ങുന്നത്. ഇബ്നി മുർറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഐ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരമ്പരയും അവസാനിക്കുന്നത് അതിലേക്കാണ്, കഅബ് ഇബ്നു ലുഐയിലേക്കാണ്.
വഹിയ മിൻ ഖുറൈഷ്, ഈ സുഹ്റ എന്ന് പറയുന്ന ഗോത്രം ഖുറൈശിൽപ്പെട്ട ഗോത്രമാകുന്നു. വൽ മഷ്ഹൂറു ബിഹ, സുഹ്രി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതൊക്കെ ആരുടെ സംസാരമാണ്? ഇബാറത്താണ്. ഇമാം ശംആനിയുടെ കിതാബുൽ അൻസാബിലുള്ള ഇബാറത്താണ്. വൽ മഷ്ഹൂറു ബിഹ, ഈ സുഹ്രി എന്ന പേര് കൊണ്ട്, നാമം കൊണ്ട് അറിയപ്പെട്ടൊരു പണ്ഡിതനാകുന്നു അബൂബക്കർ മുഹമ്മദ് ഇബ്നു മുസ്ലിം, അബൂബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു മുസ്ലിം അൽ മഅറൂഫ് ബിസ്സുഹ്രി, സുഹ്രി എന്ന നാമം കൊണ്ട് അറിയപ്പെട്ട പണ്ഡിതൻ ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ നാം സൂചിപ്പിച്ചതായിരുന്നു, അതായത് ഒരു അബദ്ധമാണ് എന്ത്, ഫാത്തിമത്തു അസ്സൂറ, മലയാളത്തിൽ ഈ സുഹ്റ എന്ന വാക്ക് സൂറാക്കി മാറ്റി. യഥാർത്ഥത്തിൽ സൂറ എന്ന് പറഞ്ഞാലും സുഹ്റ എന്ന് പറഞ്ഞാൽ രണ്ടും തെറ്റാണ്. ശരിക്കെന്താണ്? ഫാത്തിമത്തു സഹ്റാ എന്നാണ്. അതായത് പ്രകാശിക്കുന്ന ഫാത്തിമ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഒരു വിശേഷണം യഥാർത്ഥത്തിൽ ഹദീസുകളിൽ വന്നിട്ടില്ല. ചില പണ്ഡിതന്മാർ അങ്ങനെ ആ ഒരു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നല്ലാതെ സഹീഹായ ഹദീസുകളിൽ അങ്ങനെ ഒരു വിശേഷണം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, അങ്ങനെ ഉച്ചരിക്കുകയാണെങ്കിൽ ശരിയായ ഉച്ചാരണം എന്താണ്? ഫാത്തിമത്തു അസ്സഹ്റാ. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്ക് ഫാത്തിമത്തു സൂറ എന്ന് പറയും. അതെ, അങ്ങനെ ആ സീനോടെ ഉച്ചരിക്കുക, അതും സൂറ എന്ന രൂപത്തിൽ. അത് ശരിക്ക് തെറ്റായ ഉച്ചാരണമാണെന്ന് സാന്ദർഭികമായി പറയാണ്. ഇമാം സുഹ്രിയുടെ ഉസ്താദ് ആരാണ്? അൻ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം, താബിഈ പണ്ഡിതനായ മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം. ഈ മുഹമ്മദ് ഇബ്നു ജുബൈർ ആരാണ്? ജുബൈർ ഇബ്നു മുത്ഇം സഹാബിയാണ്. സഹാബിയുടെ മകനാണ് ആര്? മുഹമ്മദ്. അൻ അബീഹി, എന്താ അൻ അബീഹി എന്ന് പറഞ്ഞാൽ? മുഹമ്മദ് ഇബ്നു ജുബൈർ തൻ്റെ ഉപ്പായിൽ നിന്ന്, പിതാവിൽ നിന്ന് പറയുമ്പോൾ സഹാബിയായ ജുബൈർ ഇബ്നു മുത്ഇമിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫിൽ മഗ്രിബി ബിത്തൂർ, മഗ്രിബ് നമസ്കാരത്തിൽ തൂർ എന്ന സൂറത്ത് പാരായണം ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ജുബൈർ ഇബ്നു മുത്ഇം എന്ന സഹാബി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മഗ്രിബ് നമസ്കാരത്തിൽ ചുരുക്കിയാണ് ഓതാറുള്ളത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്കൊന്നും പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദീർഘമായ സൂറത്തുകളും ഓതിയിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണിത്. അതായത് ഇമാം അഹ്മദ് ഇബ്നു ഹംബലും നസായിയും ഇബ്നു ഹജർ സഹീഹാക്കിയ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ മഗ്രിബി ബിഖിസാരിൽ മുഫസ്സൽ, അതായത് ചെറിയ ചെറിയ സൂറത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കാരത്തിൽ ഓതാറുള്ളത് എന്ന് സഹീഹായ വേറെ ഹദീസുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം ദീർഘമായ സൂറത്തുകളും ഓതിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ് ഇമാം ബുഖാരി ഇവിടെ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്. فهذا الحديث صحيح لتوفر جميع شروط الصحة في إسناده. എന്തുകൊണ്ടാണ് ഈ ഒരു പരമ്പര ഉദ്ധരിച്ചത്? സഹീഹായ ഹദീസിൻ്റെ നിബന്ധനകളൊക്കെ ഇതിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ഒന്നെന്താണ്? അതായത് സനദ് മുത്തസിലായിരിക്കണം, കണ്ണി മുറിയാതെ മുത്തസിലായ സനദായിരിക്കണം. അതായത് ഓരോ റാവിയും പരസ്പരം കേട്ട് പഠിച്ച്, ഒന്ന് ശിഷ്യനാണെങ്കിൽ മറ്റൊന്നെന്തായിരിക്കണം? ആരായിരിക്കണം? ഉസ്താദായിരിക്കണം. ആ ഉസ്താദിൽ നിന്ന് കേട്ട് പഠിച്ച ആളായിരിക്കണം റാവി. അപ്പോൾ അതാണ് മുത്തസിൽ. അതേപോലെ ഈ റാവിമാരായിരിക്കണം അദിലായിരിക്കണം, വിശ്വാസയോഗ്യരായിരിക്കണം. അതേപോലെ തന്നെ വാബിത്തായിരിക്കണം, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ പണ്ഡിതയായിരിക്കും, പക്ഷേ ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ദുർബലതയുണ്ടെങ്കിൽ ആ ഹദീസ് എന്തായി മാറി? വഈഫായി മാറി. അതേപോലെ ശുദൂദ് ഉണ്ടാകാൻ പാടില്ല, എല്ലത്തും ഉണ്ടാകാൻ പാടില്ല, ന്യൂനതകളും ഉണ്ടാകാൻ പാടില്ല. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഇത്തിസാലിൻ്റെ അർത്ഥം എന്താണ്? ഹുവ സമാഉ കുല്ലി റാവി മിനർ റാവി ലദി യലീഹി, അതായത് ഓരോ റാവിയും തൊട്ട് ശേഷമുള്ള റാവിയിൽ നിന്ന് കേട്ടതായിരിക്കണം, കേട്ടെന്ന് സ്ഥിരപ്പെടണം. അതേപോലെ തന്നെ ഇസ്നാദിൻ്റെ അർത്ഥം എന്താണ്? സിൽസിലത്തുർ റുവാത്തിൽ മൂസിലത്തിൻ നസ്സിൽ ഹദീസ്, ഹദീസിൻ്റെ നസ്സിലേക്ക് എത്തിക്കുന്ന റാവിമാരുടെ സിൽസിലയാണ് ഏത്? ഇസ്നാദ്. ഇനി എന്താണ് ശുദൂദ് എന്ന് വെച്ചാൽ? ഹുവ റിവായത്തുർ റാവിൽ മഖ്ബൂൽ, സ്വീകാര്യനായ ഒരു റാവിയുടെ റിവായത്താണ്.
മുഖാലിഫൻ മൻ ഹുവ ഔലാ മിൻഹു, അയാളെക്കാൾ യോഗ്യനായ റാവിമാർക്കെതിരെ സ്വീകാര്യനായ റാവി ഉദ്ധരിക്കുന്ന റിവായത്ത് എന്ത് പറയും? ശുദൂദ് എന്ന് പറയും. ഇമ്മ അദദൻ വ ഔ തൗഫീഖ, ഒന്നുകിൽ അയാളെക്കാൾ വിശ്വാസയോഗ്യരായ കൂടുതലായ റാവിമാരുണ്ടാവും, അല്ലെങ്കിൽ ഔ തൗഫീഖൻ, അല്ലെങ്കിൽ ഒറ്റ റാവിയായിരിക്കും, പക്ഷെ അയാളെക്കാൾ വിശ്വാസയോഗ്യനായ റാവിക്കെതിരെ ഉദ്ധരിക്കുന്ന റിവായത്തായിരിക്കണം. ഇതാണെന്ന് പറയുക. ഇതെന്ത് പറയുക? ഷാദ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഷാദിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പഠിക്കാം. ആ ഫയലിലേക്ക് നമുക്ക് പോകാം. ഇവിടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഷാദായ ഹദീസിന് വേറൊരു ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതായത് ഷാബാൻ 15 നിങ്ങൾ നോമ്പെടുക്കരുത് നമ്മൾ ആവർത്തിച്ച് വിശദീകരിച്ചതാണ്. ഇന്ന് വേറൊരു ഉദാഹരണം. എന്താണ് ഷാദായ ഹദീസിനുള്ള ഉദാഹരണം? ഇങ്ങനെ ഷാദായ ഹദീസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യോഗ്യരായ റാവിമാർക്കെതിരെ ധരിക്കുക. ഷെയ്ഖ് അൽബാനിയുടെ, അതിൻ്റെ ഒന്നാമത്തെ പേജിലേക്ക് ആദ്യം പോകണം. ഷെയ്ഖ് അൽബാനിയുടെ ഒരു ഗ്രന്ഥമാണ് സഹീഹു സുനനി അബി ദാവൂദ്. അബൂ ദാവൂദ് പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ഷെയ്ഖ് അൽബാനി ചെയ്തു. സഹീഹായ ഹദീസുകൾ, ദഈഫായ ഹദീസുകൾ വേർതിരിച്ച് ഷെയ്ഖ് അൽബാനി ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? സഹീഹു സുനനി അബി ദാവൂദ്. സുനനു അബി ദാവൂദിലെ സഹീഹായ ഹദീസുകൾ വേറെ തന്നെ ഷെയ്ഖ് അൽബാനി ക്രോഡീകരിച്ച് മാറ്റിവെച്ചു. എന്താണ്? നോക്കൂ നിങ്ങൾ, 680 നമ്പർ ഹദീസാണ്. അൻ ആയിഷത ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്. കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹും അവൻ്റെ മലായികത്തുകളും യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ്, അതായത് വലത് ഭാഗത്തുള്ള സഫുകളിൽ നമസ്കരിക്കുന്നവർക്ക് സലാത്ത് ചൊല്ലി എന്ന്. മലായികത്തുകൾ യുസല്ലി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മലായികത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിൻ്റെ സലാത്ത് എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാമലയിൽ വെച്ച് അള്ളാഹു സ്തുതിച്ചു, പുകഴ്ത്തി പറഞ്ഞു എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഹദീസ് അതിൻ്റെ ബാഹ്യമായ പരമ്പര, സ്വീകാര്യമായ പരമ്പരയാണ്, ഇസ്നാദാണ്. പക്ഷെ എന്തുണ്ട്? ശുദൂദുണ്ട്. നമുക്ക് നോക്കാം പെട്ടെന്ന്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയാണ്, ഖുൽതു. എന്താ ഖുൽതു? ഞാൻ പറഞ്ഞു. ആരാ പറയുന്നത്? ഷെയ്ഖ് അൽബാനി. ഈ ഹദീസ് ഉദ്ധരിച്ച ഇമാം ആരാണ്? അബൂ ദാവൂദ്. അബൂ ദാവൂദിന്റെ സുനനിലെ ഹദീസാണിത്. ഖുൽതു ഇസ്നാദുഹു ഹസനുൻ, അതിൻ്റെ പരമ്പര എന്താണ്? ഹസനാണ്, സ്വീകാര്യമായ. അതായത് സഹീഹിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഗ്രേഡാണ് ഏത്? ഹസന്. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. വകദാ ഖാലൽ മുൻദിരി വൽ അസ്ഖലാനിയു, ഇപ്രകാരം ഹസനാണെന്ന് ആരൊക്കെ പറഞ്ഞു? ഇമാം മുൻദിരി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇമാം അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. വഹുവ അലാ ഷർത്തി മുസ്ലിം, ഇമാം മുസ്ലിമിൻ്റെ ഷർത്ത് ഒത്ത പരമ്പരയാണിത്. കമാ ഖാല നവവിയു, ഇമാം നവവി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ലാക്കിൻ, പക്ഷേ എന്താണ് പ്രശ്നം? പരമ്പരയല്ല പ്രശ്നം. ഇവിടെ എന്താണ് പ്രശ്നം? ലാക്കിൻ അഖ്തഅ ഫീ മത്നിഹി ബഅദു റുവാതിഹി, ചില റാവിമാർ അതിൻ്റെ മത്നിൽ, ഹദീസിൻ്റെ ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആ തെറ്റ്, അബദ്ധം? ഹൈസു ഖാല അലാ മയാമിനിസ് സുഫൂഫ്, വലത് ഭാഗത്തുള്ള സഫുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ആ പദത്തിൽ എന്തുണ്ട്? പ്രശ്നമുണ്ട്. വസ്സവാബു ഫീഹി മാ റവാഹു ജമാഅത്തുൻ മിനസ് സിഖാത്ത്, ശ്രദ്ധിക്കണം. ഒരു കൂട്ടം വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച വേറെ പദമാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രബലം. എന്താണത്? അലല്ലദീന യസിലൂന സുഫൂഫ്, അതായത് സഫുകളൊക്കെ ചേർക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും സ്വലാത്ത് ഉണ്ടാകും എന്നാണ് അതിൻ്റെ ശരിയായ ടെക്സ്റ്റ്. കാരണം എന്താണ്? ഇമാം അബൂ ദാവൂദിൻ്റെ ഈ സുനനിലുള്ള ഈ റാവി ഉദ്ധരിച്ച ഈ ഒരു പദം എന്താണ്? വലത് ഭാഗത്ത് ഉള്ള സഫുകൾ എന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച പദം എന്താണ്? അതായത് സഫുകൾ ചേർക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും സ്വലാത്ത് ഉണ്ടാകും എന്ന പദമാണ് കൂടുതൽ ശരി. ഇനി നോക്കൂ നിങ്ങൾ, വഖാലൽ ബൈഹഖി, ഇമാം ബൈഹഖി
ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഇന്നഹുൽ മഹ്ഫൂദ്. അതായത് ഈ പറഞ്ഞ രണ്ടാമതായി പറഞ്ഞ പദമാണ്, ലഫ്ദാണ് മഹ്ഫൂദ്. അതായത് അതാണ് ശരിക്കും സൂക്ഷിക്കപ്പെട്ടത്, അതാണ് ശരിക്കും പണ്ഡിതന്മാർ അംഗീകരിച്ചത്. മറ്റേതോ ഷാദാണ്. മഹ്ഫൂദ് എന്ന് പറയാൻ മറ്റൊരു റിവായത്ത് എന്താണ്? ഷാദാണ് എന്നർത്ഥം. وبهذا اللفظ أخرجه ابن خزيمة وابن حبان في صحيحيهما وقال الحاكم حديث صحيح على شرط مسلم ووافقه الذهبي. ഇമാം ഹാക്കിമും അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയൊക്കെ റിപ്പോർട്ട് ചെയ്ത ലഫ്ദാണ് രണ്ടാമത്തെ ലഫ്ദ്. അപ്പോൾ ഇവിടെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അതായത് ഈ ഹദീസിൻ്റെ പരമ്പര ഹസനാണോ? ഹസനാണ്, സ്വീകാര്യമായ പരമ്പരയാണ്. അതുകൊണ്ടാണ് പരമ്പര മാത്രം ശരിയായതുകൊണ്ട് ഹദീസ് സഹീഹാകണമെന്നില്ല. പരമ്പര ശരിയാകണം, അതേപോലെ എന്തുണ്ടാകാൻ പാടില്ല? ശുദൂദ് ഉണ്ടാകാൻ പാടില്ല, ഷാദാകാൻ പാടില്ല. എന്താർത്ഥം? കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരെ ഉള്ള ഒരു റിപ്പോർട്ടാകാൻ പാടില്ല. ഉദാഹരണമാണിത്. ബാഹ്യമായി എന്താണ്? പരമ്പര സ്വീകാര്യമാണ്, ഹസനാണെന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞല്ലോ. പക്ഷെ എന്താ പ്രശ്നം? കൂടുതൽ യോഗ്യരായ റാവിമാർ ഇതേ ഹദീസ് തന്നെ വേറെ പദമാണ് ഉദ്ധരിച്ചത്. അപ്പോൾ എന്തായി മാറി? ഇത് ഷാദായി മാറി, ഇത് ഷാദായി മാറി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇനിയും ഷാദ് എന്ന ഒരു ഇനം നാം വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങൾ സഹിതം ഇൻഷാ അല്ലാഹ് നാം വിശദമായി പഠിക്കുന്നതാണ്. അപ്പോൾ ഇനി സഹീഹായ ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ്. അതിനൊരു നിബന്ധന എന്താണ്? ശുദൂദ് ഉണ്ടാകാൻ പാടില്ല, അതേപോലെ ഇല്ലത്തും ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഇല്ലത്ത്? നമുക്ക് ബൈഖൂനിയിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് വീണ്ടും ഈ ഫയൽ തുറക്കണം. അൽ ഇല്ല എല്ലാവരും നമ്മുടെ ഇന്നത്തെ പാഠമാണ്. എന്താണ് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ? അൽ ഇല്ലത്തു ഹിയ സബബുൻ യഖ്ദഹു ഫീ സിഹ്ഹതി ഹദീസിൻ. ഇവിടെയാണ് അൽ ഇല്ലത്തു ഹിയ സബബുൻ യഖ്ദഹു ഫീ സിഹ്ഹതി ഹദീസിൻ ളാഹിറുഹു സിഹ്ഹതു വൽ ഖുലൂവു മിൻഹാ. എന്താണ് ന്യൂനത എന്ന് വെച്ചാൽ? ഹദീസിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇല്ലത്ത് ഉണ്ട് എന്ന്. എന്താണ് ഇല്ലത്തിൻ്റെ അർത്ഥം? സബബുൻ യഖ്ദഹു ഫീ സിഹ്ഹതി ഹദീസിൻ, ഹദീസിൻ്റെ സിഹ്ഹത്തിനെ ക്ഷതം വരുത്തുന്ന ഒരു കാരണമാണ് ഇല്ലത്ത്. ഇല്ലത്തിന് കാരണം എന്ന അർത്ഥമുണ്ട്. അതേപോലെ ഇപ്പം ഷഖ്സുൻ റജുലുൻ അലീലുൻ, എന്താ അർത്ഥം? അസുഖമുള്ള, രോഗമുള്ള ഒരാൾക്ക് എന്താണ് ഇല്ലത്തുണ്ടെന്ന് പറയുന്ന അർത്ഥം? ഇല്ലത്തിൻ്റെ ഒരു അർത്ഥം എന്താണ്? രോഗം. അതേപോലെ ന്യൂനത. അതേപോലെ ഇല്ലത്തിൻ്റെ വേറൊരു അർത്ഥമാണ് സബബ്, എന്താണ്? കാരണം. അപ്പോൾ ഇവിടെ ശരിക്ക് ഹദീസിൻ്റെ സിഹത്തിനെ കാര്യമായി ബാധിക്കുന്ന ന്യൂനതക്കാണ് എന്ത് പറയുക? ഇല്ലെന്ന് പറയാം. സബബുൻ യഖ്ദഹു, അതിനെ ക്ഷതം വരുത്തുന്ന, അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന, ഫീ സിഹ്ഹതി ഹദീസിൻ, ഹദീസിനെ സിഹത്തിനെ ബാധിക്കുന്ന, ളാഹിറുഹു സിഹ്ഹ, ഇതിൻ്റെ ബാഹ്യമായി നാം എടുക്കുകയാണെങ്കിൽ എന്താണ്? സഹീഹാണ്. വൽ ഖുലൂവു മിൻഹാ എന്ന് പറഞ്ഞാൽ ബാഹ്യമായി ന്യൂനതകളിൽ നിന്ന് മുക്തമാണ് എന്നാണ് തോന്നുക. വലാ തദ്ഹറു, അത് പ്രകടമാകുകയില്ല. ഏത്? ഇല്ലത്ത് പ്രകടമാകുകയില്ല. ഇല്ലാ ലിൽ മുതബഹ്ഹിരി ഫീ ഹാദൽ ഇൽമി ശരീഫ്, ഈ മഹത്തായ ഇൽമിൽ നല്ല അവഗാഹമുള്ള മുതബഹ്ഹിറായ പണ്ഡിതന്മാർക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വലിയ വലിയ പണ്ഡിതന്മാർ ഇത് ഇല്ലത്താണെന്ന് പറഞ്ഞ വിഷയങ്ങൾ നാം പഠിക്കുക. ഇനി നമുക്ക് അതിനുള്ള ഉദാഹരണത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇല്ലത്തിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് ഇല്ലത്ത് എന്നത് ശരിക്കും എന്താണ്? ആർക്കാണ് മനസ്സിലാക്കാൻ പറ്റുക? വലിയ വലിയ ഹദീസിൻ്റെ ഇമാമിങ്ങൾ, ഇമാം ബുഖാരി, ഇമാം അലി ഇബ്നുൽ മദീനി, ഇമാം ഇബ്നു അബി ഹാത്തിം. ഇമാം ബുഖാരി പറയാണ്, മസ്തസ്ഗറതു നഫ്സി ഇല്ലാ ഇൻദ ഇബ്നുൽ മദീനി. അതായത് ഇമാം ബുഖാരി സംബന്ധിച്ച് എന്താ ഇബ്നു ഹജറൊക്കെ പറഞ്ഞത്? ജബലുൻ ഫിൽ ഹദീസ് ഫി ഹിഫ്ദിൽ ഹദീസ്, ഹദീസ് മനപ്പാടമാക്കുന്ന വിഷയത്തിൽ പർവ്വതമാണെന്ന്. ആര്? ഇമാം ബുഖാരി. ആ ഇമാം ബുഖാരി പറയാണ്, എന്നെ ഞാൻ ചെറുതാക്കി കണ്ടത്
ആരുടെ അടുക്കലാണ്? ഇബ്നുൽ മദീനിയെ കണ്ടാൽ ഞാൻ സ്വയം ചെറുതാക്കി കാണിക്കുന്നു എന്നർത്ഥം. അത്രയും വലിയ പണ്ഡിതനായിരുന്നു ആര്? ഉസ്താദായ ഇമാം ഇബ്നു അൽ മദീനി. ഇല്ലത്തിൻ്റെ വിഷയത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, ഇമാമായിരുന്നു ഇബ്നുൽ മദീനി. അതേപോലെ ഇമാം ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 327 മരണപ്പെട്ട മഹാഹദീസ് പണ്ഡിതൻ. ഇമാം അബൂ ഹാത്തിമിൻ്റെ മകൻ, ഇമാം അബൂ ഹാത്തിം അർ-റാസിയുടെ മകനാണ് ഇമാം ഇബ്നു അബി ഹാത്തിം. നോക്കൂ നിങ്ങൾ കിതാബുൽ ഇലൽ, സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണല്ലോ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ സംരക്ഷിച്ചു. നാം ശരിക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നോക്കൂ നിങ്ങൾ, ഇബ്നു അബി ഹാത്തിം അർ-റാസി എപ്പോഴാണ് മരണപ്പെട്ടത്? ഹിജ്റ 327. അപ്പോൾ 1100 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു അബി ഹാത്തിം അർ-റാസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇലൽ. അത് ഇന്നും അച്ചടിക്കപ്പെട്ട് നമുക്ക് വായിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും ഖുർആനിൻ്റെ വിശദീകരണമായ സുന്നത്തും സുന്നത്തിന് സേവനം നൽകിയ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ അല്ലാഹു സംരക്ഷിച്ചു. അപ്പോൾ ഈ ദീന് ഹക്കാണ് എന്ന് നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കുകയും അതുമൂലം അതേപോലെ നമുക്കൊരു യഖീൻ നൽകുകയും ചെയ്യുകയാണത്. ചരിത്രമാണ് സാക്ഷ്യം. ഈ ഗ്രന്ഥങ്ങൾ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം അതിൻ്റെ പരമ്പരകളോടെ നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിതാബുൽ ഇലലിൻ്റെ ഒരു ആധികാരികമായ ഗ്രന്ഥമാണ് ഏത്? ഇബ്നു അബി ഹാത്തിം. അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഉണ്ട് അൽ ഇലൽ. ഉസ്താദായ ഷെയ്ഖ് വസിയുല്ല അബ്ബാസിൻ്റെ തിസീസായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഇലലിൻ്റെ തഹ്ഖീഖ്. അതിൻ്റെ മാനുസ്ക്രിപ്റ്റുകൾ, അതിൻ്റെ വ്യത്യസ്ത കോപ്പികളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ പണ്ഡിതനാണ് ഷെയ്ഖ് വസിയുല്ല അബ്ബാസ്. മക്കയിൽ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്. അപ്പോൾ ഷെയ്ഖ് വസിയുല്ല അബ്ബാസ് തഹ്ഖീഖ് ചെയ്ത പോലെ തന്നെ വേറൊരു അറിയപ്പെട്ട ഗ്രന്ഥമാണ് ഇബ്നു അബി ഹാത്തിം അർ-റാസി എഴുതിയ കിതാബുൽ ഇലൽ. അതിൽ നോക്കൂ നിങ്ങൾ, എന്താണ്? വസുഇല അബി, എൻ്റെ ഉപ്പ ചോദിക്കപ്പെട്ടു. ആരാണ് ഉപ്പ? അബൂ ഹാത്തിം. അബൂ ഹാത്തിമിൻ്റെ മകനാണെന്ന് പറയാം ഇബ്നു അബി ഹാത്തിം. അബൂ ഹാത്തിം വലിയ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള മഹാപണ്ഡിതനായിരുന്നു അബൂ ഹാത്തിം അർ-റാസി. മകനും വലിയ ഇമാമാണ്. മകൻ പറയുകയാണ്, എൻ്റെ ഉപ്പ ചോദിക്കപ്പെട്ടു. അബൂ ഇസ്ഹാഖ് അസ്-സബീഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അൻ ഇക്രിമത അൻ ഇബ്നു അബ്ബാസിൻ, ഇക്രിമയിൽ നിന്ന് ഇബ്നു അബ്ബാസിൽ നിന്ന്. ഖാല അബൂബക്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ശയ്യബക, അതായത് താങ്കൾക്ക് നിര വരാനുള്ള കാരണം എന്താണ്? അതായത് മുടി നരക്കാനുള്ള കാരണം എന്താണ് റസൂലേ എന്ന് ആര് ചോദിച്ചു? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ശയ്യബത്നി ഹൂദുൻ, അതായത് ഹൂദ് പോലെയുള്ള സൂറത്തുകളാണ് എനിക്ക് നിലവരാനുള്ള കാരണം. പത്രക്കും ആ സൂറത്തിൽ ഉള്ള ഭയാനകമായ സംഭവങ്ങൾ ഖിയാമത്ത് നാൾ സംബന്ധിച്ചും അതേപോലെ തന്നെ മുമ്പുള്ള പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള കഥകളും വിഷയങ്ങളൊക്കെ ഈ സൂറത്തുകളിലുണ്ട്. അപ്പോൾ ഈ ഹദീസ് പ്രിയമുള്ളവരെ സഹീഹാണോ ദഈഫാണോ ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഇത് സഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്, എന്നാൽ ഇത് ദുർബലമാണെന്ന് പറഞ്ഞവരുണ്ട്. ദുർബലമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ നിഗമനമാണ് നാം ഇവിടെ ഉദാഹരണ സഹിതം പഠിക്കുന്നത്. എന്താണ്? പിതാവായ അബൂ ഹാത്തിമിനോട് ചോദിക്കാണ് മകന്, മുത്തസിലുൻ അസഹു, ഈ ഹദീസ് കണ്ണി മുറിയാതെ മുത്തസിലായും വന്നിട്ടുണ്ട്, മുർസലായും വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് എന്താണ്? മുത്തസിലുൻ അസഹു കമാ റവാഹു ഷൈബാനു, ഇമാം ഷൈബാന് അല്ലാമ ഷൈബാന് ഉദ്ധരിച്ചതുപോലെ അത് മുത്തസിലാണോ? ഔ മുർസലുൻ, അല്ലെങ്കിൽ മുർസലാണോ? കമാ റവാഹു, അടുത്ത പേജിൽ കമാ റവാഹു അബുൽ അഹ്വസി മുർസലുൻ, ഔ മുർസലുൻ കമാ റവാഹു അബുൽ അഹ്വസി മുർസലുൻ, അതായത് അബുൽ അഹ്വസ് മുർസലായി ഉദ്ധരിച്ചത് പോലെയാണോ അതല്ല ഷൈബാൻ ഉദ്ധരിച്ചത് പോലെ മുത്തസിലാണോ ചോദിക്കുകയാണ്. ഉപ്പയായ പിതാവായ അബൂ ഹാത്തിം പറയാണ്, മഹാഹദീസിൻ്റെ ഇമാമായിരുന്നു അദ്ദേഹം, പറയാണ് മുർസലുൻ അസഹു, ഈ ഹദീസിൻ്റെ പരമ്പരകൾ മുർസലായി. എന്താ മുർസൽ പറഞ്ഞാൽ? അതായത്
ഒരു താബിഈ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ഉദ്ധരിക്കുന്നതിനാണ് എന്ത് പറയുക? മുർസൽ എന്ന് പറയാം. ഒരു താബിഈ പണ്ഡിതന് പറയാണ് നബി അസൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഈ താബിഈ ഉദ്ധരിച്ചത് വേറെ ദുർബലനായ താബിഈയിൽ നിന്നാണോ സഹാബിയിൽ നിന്ന് നമുക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് മുർസൽ എന്നാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ മുർസലാണോ ഇത് മുത്തസിലാണോ? രണ്ട് നിലക്കും വന്നിട്ടുണ്ട്. പിതാവായ അബൂ ഹാത്തിം പറയുന്നു മുർസലുൻ അസഹ്, ഈ മുർസലായി വന്ന പരമ്പരയാണ് കൂടുതൽ ശരി, മറ്റത് ശരിയല്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ എന്താണ് ഈ ഇല്ലത്ത്? ബാഹ്യമായി നോക്കുകയാണെങ്കിൽ റാവിമാരൊക്കെ ഉഷാറാണ്. പക്ഷെ എന്താ പ്രശ്നം? ഇതിന് വേറെ പരമ്പരകളുണ്ട്. ആ പരമ്പരകളൊക്കെ പഠിച്ച പണ്ഡിതന്മാർ, ഇമാമിങ്ങളൊക്കെ പറയുന്നു ഈ ഹദീസ് ശരിക്ക് മുത്തസിലായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന്. അഥവാ ഉദ്ധരിച്ചത് എന്താണ്? ശരിയല്ല എന്ന്. മുർസലായി ഉദ്ധരിച്ചതാണ് ശരിയും. മുർസൽ എന്താണ്? നമുക്ക് പ്രമാണമാക്കാൻ പറ്റില്ല, തെളിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒരു ഉദാഹരണമാണ്. എന്ത്? ഇല്ലത്ത്. ഈ ഇല്ലത്ത് ആകെ കണ്ടുപിടിക്കാൻ പറ്റിയ മറ്റുള്ള പരമ്പരകളൊക്കെ വിശദമായി പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അറിയോ, അതായത് ഒരു ഹദീസ് ശരിക്കും സഹീഹാണ് ദഈഫാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ പരമ്പരകളും ഒരുമിച്ച് കൂട്ടണമെന്ന്. ഇതിൻ്റെ എല്ലാ പരമ്പരകളും ഒരുമിച്ച് കൂട്ടണമെന്ന്. ഇതൊരു ഇല്ലത്തിന് ഒരു ഉദാഹരണമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇല്ലത്ത് എന്ന വിഷയം വളരെ സൂക്ഷ്മമായ ഒരു വിഷയമാണ്. പ്രഗത്ഭരായ ഹദീസിൻ്റെ ഇമാമിയങ്ങൾക്കാണത് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു ഇന്ന്? ഷാദായ ഹദീസ് എന്താണ്? അതിനുള്ള ഒരു പുതിയൊരു ഉദാഹരണം നാം പഠിച്ചു. എന്താണ് ഉദാഹരണം? അതെ, ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലാ മയാമിനിസ് സുഫൂഫ് എന്നത് ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തതാണ്. അതിൻ്റെ പരമ്പര ബാഹ്യമായി എന്താണ്? സ്വീകാര്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച റിപ്പോർട്ട് എന്താണ്? യുസല്ലൂന അലൽ യസിലൂന സുഫൂഫ്, സഫുകളൊക്കെ ചേർക്കുന്നവർക്ക് വേണ്ടി അള്ളാഹും മലായികത്തുകളും നമസ്കരിക്കുന്നവ സ്വലാത്ത് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശരിക്ക് ഷാദാണ്. ഏത്? അബൂദാവൂദിൻ്റെ സുനനിലുള്ള ആ റിവായത്ത് ഷാദാണ് നമുക്ക് മനസ്സിലായി. ആരാണ് പറഞ്ഞത്? ഇമാം ബൈഹഖി. ബൈഹഖി പറയാണ് യസിലൂന സുഫൂഫ് എന്ന റിവായത്താണ് മഹ്ഫൂദ് എന്ന്. പഠിച്ചല്ലോ. അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിച്ച ഒരു ഉദാഹരണമാണ്. എന്താണ്? അതായത് ഷഅബാൻ 15 നോമ്പ് നോക്കരുത് എന്ന ഹദീസ് എന്താണ്? ഷാദാണ്. എന്നാൽ മഹ്ഫൂദായ വേറെ റിവായത്തുകളുണ്ട്. അതിൽ പെട്ടതാണെന്ത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മുഴുവനും നോക്കുമായിരുന്നു, ഇല്ലാ ഖലീല, കുറേ ദിവസങ്ങൾ ഒഴികെ. അതേപോലെ റമദാനിന് 1-2 ദിവസം മുമ്പ് നിങ്ങൾ നോമ്പെടുക്കരുത് എന്ന ഹദീസുകളൊക്കെ നാം ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മറ്റേതെന്താണ്? ഷാദാണെന്ന് മനസ്സിലാകുന്നു. അതേപോലെ നാം പഠിച്ച വിഷയമാണ് ഇല്ലത്ത്. സൂക്ഷ്മമായ ന്യൂനതകൾക്കാണെന്ന് പറയുക അൽ ഇലലുൽ ഖഫിയ്യ എന്ന് പറയാം. ഗോപ്യമായ ന്യൂനതകൾ. അത് ആർക്കാണ് മനസ്സിലാകുക? വലിയ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് മനസ്സിലാവും. അതിനൊരു ഉദാഹരണമാണ് ഷയ്യബത്നി ഹൂദുൻ വ അഖവാതുഹ. സൂറത്ത് ഹൂദും ഹൂദിൻ്റെ സഹോദരി അധ്യായങ്ങളും എനിക്ക് നര നൽകി എന്ന് പറഞ്ഞാൽ അതിന് മുടി നരക്കാനുള്ള കാരണമായി തീർന്നു. ഇമാം മുബാറക് ഫൂരി, ഇത് ആരുദ്ധരിച്ച ഹദീസാണ്? ഷയ്യബത്നി ഹൂദുൻ, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഇമാം തിർമിദിയുടെ ജാമിഅ്, ഇമാം തിർമിദി സുനനിൽ റിപ്പോർട്ട് ചെയ്തു എന്ന പ്രയോഗം ശരിയല്ല. അപ്പോൾ ഹദീസ് നിദാന ശാസ്ത്രം നാം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രയോഗങ്ങളും എന്താണ്? ശരിയായിരിക്കണം. ചില ആധുനികരായ മശായിഖ്മാർ തിർമിദി സുനനിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയും. എന്നാൽ അത് ശരിയല്ല. എന്താണ്? ഇമാം തിർമിദി ജാമിഅയിൽ റിപ്പോർട്ട് ചെയ്തു. ജാമിഅ എന്നാണ് ഇമാം തിർമിദിയുടെ കിതാബിന് ശരിയായ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുനനി എന്നത് ശരിക്കും എന്താണ്? ശരിയായ പ്രയോഗമല്ല. അപ്പോൾ അബൂദാവൂദിന് സുനനാണ്, ഇബ്നു മാജന് സുനനാണ്. പക്ഷേ ഇമാം തിർമിദിയുടെ കിതാബ് എന്താ പറയുക? നോക്കി ഫത്ഹുൽ ബാരി നിങ്ങൾ എടുത്തു നോക്കുക. എന്നിട്ട് ഇമാം റവാഹു തിർമിദിയു എന്ന് അടിക്കുക നമ്മൾ. ഇപ്പം മക്തബ ഷാമിലയിൽ അവിടെയൊക്കെ ഇബ്നു ഹജർ റവാഹു തിർമിദിയു ഫി ജാമിഇഹി ഫിൽ ജാമി എന്ന് മാത്രമാണ് കാണാൻ സാധിക്കുക. ശരി, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു ഷയ്യബത്നി ഹൂദുൻ വൽ വാഖിഅ. ഏതാണ് മറ്റുള്ള സൂറത്തുകൾ? ഹൂദും വാഖിഅയും മുർസലാത്തും
അമ്മ യതസാഅലൂൻ വഇദ ശംസു കുവിറത്. ഇമാം തിർമിദിയുടെ ജാമിഇൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വിശദീകരണമാണ്, സുബ്ഹാനല്ലാഹ്, ഇന്ത്യക്കാരനായ ഒരു പണ്ഡിതൻ ഷെയ്ഖ് മുബാറക് ഫൂരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ അഹ്വദി ഫി ഷർഹി ജാമിഇ തിർമിദി. ഇമാം തിർമിദിയുടെ ജാമിഇൻ്റെ ഷർഹാണ് തുഹ്ഫത്തുൽ അഹ്വദി. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരായ പണ്ഡിതന്മാർ പല സംഭാവനകളും ഹദീസ് വിഷയത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. സിദ്ദീഖ് ഹസൻ ഖാൻ, അതേപോലെ ഇമാം മുബാറക് ഫൂരി, അതേപോലെ നദീർ ഹുസൈൻ, ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വലിയ വലിയ ഹദീസിൻ്റെ പണ്ഡിതന്മാരായിരുന്നു. ഇപ്പോൾ തുഹ്ഫയിൽ ഇപ്പോൾ അറബികളൊക്കെ ഇപ്പോൾ തിരുമിതി വായിച്ച് ഹദീസിൻ്റെ ഷർഹൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യക്കാരനായ ഷെയ്ഖ് മുബാറക് ഫൂരിയുടെ ഗ്രന്ഥമാണ് ഉപയോഗപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഷെയ്ഖ് മുബാറക് ഫൂരി പറയാണ്, എന്തുകൊണ്ടാണ് ഈ സൂറത്തുകൾ ഇങ്ങനെ എനിക്ക് നിര നൽകാനുള്ള കാരണം പറഞ്ഞല്ലോ. എന്താണ്? വദാലിക ലിമാ ഫീ ഹാദിഹി സുവരി മിൻ അഹ്വാലി യൗമിൽ ഖിയാമ. അതായത് ഖിയാമത്ത് നാളിൽ നടക്കാൻ പോകുന്ന ഭയാനകമായ സംഭവ വികാസങ്ങൾ ഈ സൂറത്തുകൾ വിശദമായി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഓർത്തുകൊണ്ട്, അതേപോലെ തന്നെ വൽ മസുലാത്തിൻ നവാസിൽ ബിൽ ഉമമിൽ മാദിയ, മുമ്പുള്ള സമുദായങ്ങൾക്ക് അനുഭവപ്പെട്ട അള്ളാഹു ഇറക്കിയ ശിക്ഷകളെ സംബന്ധിച്ചും സൂറത്ത് ഹൂദ് പോലെയുള്ള സൂറത്തുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അഖദ മിന്നി മഅഖദഹു ഹത്താ ശിബ്തു ഖബ്ല അവാനിഹി. അതുകൊണ്ടാണ് എനിക്ക് രോമത്തിനൊക്കെ നര വരാനുള്ള കാരണം. ഖാലഹു തീബി, ഇമാം തീബി ഇപ്രകാരം പറഞ്ഞു എന്ന്. ആര് പറഞ്ഞു? ഷെയ്ഖ് മുബാറക് ഫൂരി. ഈ തീബി എന്ന് വെച്ചാൽ അല്ലാമ ഷറഫുദ്ദീൻ അത്തീബി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കാഷിഫു അൻ ഹഖായിഖി സുനൻ എന്ന ഗ്രന്ഥം എഴുതിയ വലിയ ഹദീസ് പണ്ഡിതനാണ് ഇമാം ഷറഫുദ്ദീൻ അത്തീബി. ഇനി നമുക്ക് പ്രിയമുള്ളവരെ, എന്താണ് അദ്ൽ എന്ന് വെച്ചാൽ, നമുക്ക് സമയം ഇൻഷാ അല്ലാഹ് കുറേ സമയമാണ്, പെട്ടെന്ന് നമുക്ക് ഈ ഹദീസ് സഹീഹായ ഹദീസിൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് വായിച്ച് പൂർത്തീകരിക്കാം. നാം പറഞ്ഞു സഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്താണ്? അദിലായിരിക്കണം. സനദ് മുത്തസിലായിരിക്കണം, പക്ഷെ അത് ഉദ്ധരിക്കുന്ന റാവി ആരായിരിക്കണം? അദിലായിരിക്കണം. എന്താണ് അദിൽ എന്ന് വെച്ചാൽ? അതെ, അവിടെ ഉണ്ടല്ലേ, ഹുവ റാവി അല്ലദീ യഹ്മിലു സിഫാത്തിൻ തഹ്മിലു സാഹിബഹ അല തഖ്വ വജ്തിനാബിൽ അദ്നാസ് വമാ യുഖില്ലു ബിൽ മുറുഅതി ഇൻദ അന്നാസ്. അതായത് ഹുവർ റാവി, അതായത് ചില നല്ല ഗുണങ്ങൾ ഉള്ള റാവിയായിരിക്കണം. ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന റാവിയായിരിക്കണം. വജ്തിനാബിൽ അദ്നാസ്, നീച ദുർവൃത്തികളെ ഉപേക്ഷിക്കുന്ന റാവിയായിരിക്കണം. അപ്പോൾ ഒരാൾ ഹദീസിൻ്റെ പരമ്പര സനദൊക്കെ ഉണ്ട്, പക്ഷെ അയാൾ തിന്മകൾ പ്രവർത്തിക്കുന്നു, ഹറാമായ കാര്യങ്ങളിൽ അയാൾ മുഴുകുന്നു, ഹറാമായ കാര്യങ്ങൾ കാണുന്നു, ഹറാമായ സംഗതികൾ കേൾക്കുന്നു, അതേപോലെ ഹറാമായ സംസാരങ്ങളിൽ മുഴുകുന്നു. അയാൾ എന്തല്ല? അദിലല്ല. ഈ അദിലെന്ന് വെച്ചാൽ വെറും ഹദീസ് മനഃപ്പാഠമാക്കി ഉഷാറാണെന്ന് മാത്രമല്ല, തഖ്വയുള്ള, അതേപോലെ തന്നെ ദീനി വിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വമാ യുഖില്ലു ബിൽ മുറൂഅതി ഇൻദ അന്നാസ്. എന്താ അർത്ഥം? ജനങ്ങളടുക്കൽ മാന്യതയ്ക്ക് നിരക്കാത്ത, ഇപ്പം മാന്യനായി നടക്കുന്ന ഒരാളായിരിക്കണം എന്നർത്ഥം. മാന്യതയ്ക്ക് നിരക്കാത്ത സംഗതികൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ തിന്മകളിൽ അകപ്പെടാൻ പാടില്ല. അങ്ങനെ പോലെ ഖവാരിമുൽ മുറൂ എന്ന് പറഞ്ഞ സംഗതിയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എന്താണ്? അതായത് മാന്യതയ്ക്ക് നിരക്കാത്ത സംഗതികൾ. ഒരാൾ ഭക്ഷണം നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ നടക്കുക വരിക, അതെന്താണ്? ശരിക്ക് ഒരു മാന്യനായൊരു വ്യക്തിക്ക് യോജിച്ചതല്ല എന്നൊക്കെ ഹദീസ് പണ്ഡിതന്മാരുടെ വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വലിയ വലിയ തിന്മകൾ തൊട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ പണ്ഡിതന്മാർ ഈ മുറൂഅത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളായി ഉദ്ധരിച്ചിട്ടുണ്ട്. മുറൂഅത്ത് പറഞ്ഞാൽ മാന്യനായ വ്യക്തിയായിരിക്കണം. അതിന് വിരുദ്ധമായ, അതിന് ശരിക്ക് ഇഖ്ലാൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താണ് അദിൽ വെച്ചാൽ? ഒന്ന് തഖ്വയുള്ള, നീച ദുർവൃത്തികളെ ഉപേക്ഷിക്കുന്ന, അതേപോലെ തന്നെ മാന്യനായ വ്യക്തിയായിരിക്കണം. ഇതാണ് അദിലിൻ്റെ നിർവചനം. അതേപോലെ വബത്ത്,
വിശ്വാസയോഗ്യനാണ്, മാന്യനാണ്, തഖ്വയുള്ള ആളാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ എന്താണ്? അയാൾക്ക് ദുർബലതയുണ്ട്. ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹിബ്നു ലഹിയ. അപ്പം നമ്മൾ ഇസ്തിഗാസ ശിർക്കാണെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ വ്യക്തമായൊരു ഹദീസുണ്ട് സഹോദരന്മാരെ. പക്ഷെ സലഫി പണ്ഡിതന്മാർ ഹദീസ് ഉദ്ധരിക്കൂല. നോക്ക് നിങ്ങൾ സലഫി പണ്ഡിതന്മാരുടെ സൂക്ഷ്മത. ഇത് മറ്റുള്ള വിഭാഗക്കാരാണെങ്കിൽ വേഗം ഉദ്ധരിച്ചിട്ടുണ്ട്. ആദ്യം ഉദ്ധരിക്കുന്ന ഹദീസായിരിക്കും, തെളിവായിട്ട് പ്രമാണമായിട്ട് സലഫികൾ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ മറ്റുള്ള പ്രമാണങ്ങളോടൊപ്പം ശരിക്കും അതിനെ ബലപ്പെടുത്തുവാൻ അതിൻ്റെ ഒരു സഹായകമായി ചിലപ്പോൾ ഉദ്ധരിച്ചേക്കാം. പക്ഷെ പ്രമാണമായിട്ട് ഒരിക്കലും സലഫികൾ ദഈഫായ ഹദീസ് പ്രമാണമായി മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ധരിക്കാറില്ല. ഒരു ഹദീസ് എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. ഇന്നഹു കാന ഫീ സല്ലം മുനാഫിഖുൻ. ആ മുനാഫിഖിൻ്റെ ശല്യം സഹാബികൾ അനുഭവിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൂമു ബിനാ, നമ്മളെല്ലാവരും എഴുന്നേൽക്കുക, നസ്തഗീഥു ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് നമുക്ക് ഇസ്തിഗാഥ ചെയ്യാം, സഹായം ചോദിക്കാം, ഈ മുനാഫിഖിൽ ഷർറിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി. അപ്പോൾ ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണെന്ത്? ഇന്നഹു ലാ യുസ്തഗാഥു ബി, എന്നോട് ഇസ്തിഗാഥ ചെയ്യാൻ പാടില്ല, ഇന്നമാ യുസ്തഗാഥു ബില്ലാഹ്, അള്ളാഹുവിനോടാണ് ഇസ്തിഗാഥ ചെയ്യേണ്ടത് എന്നൊരു ഹദീസ്. ഈ ഹദീസ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൻ്റെ പരമ്പരയിൽ അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന റാവിയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന റാവി അദ്ദേഹം മിസ്രിലെ ഒരു ഖാദിയായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, കർമ്മശാസ്ത്രത്തിലും ഹദീസിലൊക്കെ നല്ല മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കത്തിപ്പോയി. അദ്ദേഹം ഹദീസ് കുറിച്ച് വെച്ച ധാരാളം ഗ്രന്ഥങ്ങൾ അതിലൂടെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹിഫ്ദിന് കാര്യമായ പ്രയാസം വന്ന് അങ്ങനെ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിലൊക്കെ ന്യൂനതകൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഇബ്നു ലഹിയ ഉള്ള റിവായത്ത് എന്താണ്? ദുർബലമാണെന്ന് പറഞ്ഞു. ഇതൊരു ഉദാഹരണം പറഞ്ഞതാട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ഇബ്നു ലഹിയ അദ്ദേഹം ശരിക്ക് അദാലത്തുള്ള റാവിയാണോ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യ, അദ്ദേഹം തഖ്വയുള്ള ഇൽമുള്ള പണ്ഡിതനാണോ? ആണ്. പക്ഷേ അയാൾക്ക് എന്തില്ലായിരുന്നു? ദബ്തില്ല. ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ദബ്തിൻ്റെ വിഷയത്തിൽ ദോഷം വന്നുപോയി. എന്താണ് ദബ്ത് എന്ന് വെച്ചാൽ? ഹുവ ഖുവ്വത്തുൽ ഹാഫിദ, നല്ല മെമ്മറി, അതായത് നല്ല ഹദീസ് മനഃപ്പാടമാക്കാനുള്ള കഴിവ്. വൽ വഅയ് ദഖീഖി വഹുസ്നിൽ ഇദ്റാകി ഫി തസ്രീഫിൽ ഉമൂർ, അതായത് ഗ്രാഹ്യശക്തി, മനഃപ്പാടമാക്കുന്ന വിഷയത്തിലും അതോടൊപ്പം തന്നെ ഗ്രാഹ്യശക്തിയും, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവനാണെന്ന് പറയുക. അൽ വഅയു ദഖീഖ് വൽ വഹുസ്നുൽ ഇദ്റാകി ഫി തസ്രീഫിൽ ഉമൂർ. എന്താ വഅയ് എന്ന് വെച്ചാൽ? വഅയഇ, അതായത് കാര്യം മനഃപ്പാടമാക്കി ഗ്രഹിച്ചു എന്നൊക്കെയാണ്. ഈ വഅയഇ എന്ന് പറയുന്ന അർത്ഥം ഒരു കാര്യം ശരിക്കും പെർഫെക്റ്റോടെ, അതായത് മനഃപ്പാടമാക്കി എന്ന അർത്ഥമുണ്ട്, ഹഫിദ എന്ന അർത്ഥവുമുണ്ട്, അതേപോലെ ഇദ്റാഖ് എന്ന അർത്ഥമുണ്ട്, ഗ്രഹിച്ചു എന്ന അർത്ഥവുമുണ്ട്. അതിൻ്റെ ഫിഅലി അംർ എന്താ അറിയോ? ഇത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു വെർബൽ സെൻറ്റൻസ്, ജുംല ഫിഅലിയയുടെ ഒരു പക്ഷേ അറബി ഭാഷയിൽ ഒരൊറ്റ അക്ഷരമായിരിക്കും, ഐ. ഐനിൻ്റെ അടിയിൽ ഒരു കസ്ർ വെച്ചാൽ എന്താണ്? ഒരു സെൻറ്റൻസാണത്. ബാഹ്യമായ എന്താണ്? ഒരു അക്ഷരമാണ് ഐ. താങ്കൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, മനഃപ്പാടമാക്കുക എന്നൊരു ആജ്ഞാ സ്വഭാവത്തിലുള്ള ഒരു ക്രിയയാണ് എന്ത്? ഫിഅലു അംർ. അതേപോലെ വഖായഖി, സംരക്ഷിച്ചു, സൂക്ഷിച്ചു എന്നതിന് ഖി എന്ന് പറയും. ഖാഫിൻ്റെ അടിയിൽ ഒരു കസ്ർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഖി ഫിഅലു അംറിൻ മബ്നിയുൻ അലാ ഹദ്ഫി ഹർഫിൽ ഇല്ല വൽ ഫാഇലു ദമീറുൻ മുസ്തതിറുൻ വുജൂബൻ തഖ്ദീറുഹു അൻത. ഫിഅലും ഫാഇലും ഒത്തുചേരുന്ന ഒരു പരിപൂർണമായ ഒരു അറബി വാചകമാണ്, സെൻറ്റൻസാണ് ഏത്? ഖി. അതേപോലെ ഇ. എന്താ അർത്ഥം? ഖി എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. അതിനാണ് തഖ്വ എന്നത്. തഖ്വ എന്ന് പറയുന്ന അർത്ഥമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖിൽ എന്ന് പറയില്ലേ, അതേപോലെ ഇ വഅ യഇ. ശരി,
അതേപോലെ വസ്സബാതു അലൽ ഹിഫ്ദി, ഹിഫ്ദിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കുക. ഉറച്ച എന്താണ് ഹിഫ്ദാണ് ശരിക്ക് ദബ്തിന് വേണ്ടത്. വസിയാനതു മാ കതബ, ശ്രദ്ധിക്കണം, ഹിഫ്ദ് മാത്രം പോരാ, താൻ ഹദീസ് കുറിച്ചു വെച്ച എഴുതിയെടുത്തത് ശരിക്കെന്താണ് അതും അത് സൂക്ഷിക്കണം. വസിയാനതു, സൂക്ഷിക്കുക, മാ കതബ, താൻ എഴുതിയെടുത്തത്. മുൻദു തഹമ്മുലി വസ്സമാഇ, ഉസ്താദുമാരിൽ നിന്ന് ഹദീസ് പഠിച്ചെടുക്കുന്നതെന്ന് പറയുക. തഹമ്മുലും സമാഅും വെച്ചെന്ന അർത്ഥം ഉസ്താദുമാരിൽ നിന്ന് ഹദീസ് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ഹദീസ് എന്താണ് ഉസ്താദുമാർ പറഞ്ഞു തരുമ്പം അത് എഴുതിയെടുക്കുമല്ലോ. ആ എഴുതിയെടുത്ത് എന്താണ് ശരിക്കും പൂർണ്ണമായി നാം സംരക്ഷിക്കണം എന്ന്, സൂക്ഷിച്ചു വെക്കണം. ഇലാ ഹീന തബ്ലീഗി വൽ അദാ, ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിച്ചത് മുതൽ അത് മറ്റുള്ള ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത് കൊടുക്കുന്നത് വരെ, ആ ശിഷ്യന്മാർക്ക് ഹദീസ് എത്തിച്ചു കൊടുക്കുന്ന, അതേപോലെ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയാം അത്തബ്ലീഗു വൽ അദാ. മറ്റുള്ളവർക്ക് ഹദീസ് എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറയും അത്തബ്ലീഗു വൽ അദാ. ഉസ്താദുമാരിൽ നിന്ന് കേട്ട് പഠിച്ചെന്ന് പറയും അത്തഹമ്മുലു വസ്സമാ, ഉസ്താദുമാരിൽ നിന്ന് ഏറ്റുവാങ്ങുക, ഹദീസ് കേൾക്കുക. അത്തഹമ്മുലു വസ്സമാ, അത് ശിഷ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന് പറയും, പഠിപ്പിച്ചു കൊടുക്കുന്നതിന്. അതായത് അത്തബ്ലീഗു വൽ അദാ. തബ്ലീഗും അദാ വരെ ആ മനഃപ്പാടമാക്കിയ ഹദീസുകൾ അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അത് മനഃപ്പാടമാകട്ടെ, രേഖപ്പെടുത്തുന്ന വിഷയമാകട്ടെ. അപ്പോൾ എന്താണ് ഇമാം ഇബ്നുൽ ലഹിയാക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ മക്തബ കത്തിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എഴുതിയ രേഖകൾ നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ മനഃപ്പാടമാക്കിയ ഹദീസിനും എന്ത് വന്നു? ന്യൂനതകൾ സംഭവിച്ചു. അതുകൊണ്ട് ഇബ്നുൽ ലഹിയ എന്ന റാവിയുള്ള, ഇൻഷാ അല്ലാഹ് നാം പഠിക്കും ചില ഉദാഹരണങ്ങൾ, ഇബ്നുൽ ലഹിയ ഉള്ള റിവായത്തുകൾ, ചില ഉദാഹരണങ്ങൾക്ക് നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി ഉദാഹരണം, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഇബ്നുൽ ലഹിയ എന്ന റാവി ഉദ്ധരിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ശരിക്കും സഹീഹുൽ ബുഖാരി നാം പറയുമ്പം അത്രക്കും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ഇബ്നുൽ ലഹിയ നോക്കൂ നിങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുസ്നദിൽ ധാരാളം റിവായത്തുകളിൽ എന്ത് കാണാൻ പറ്റും? ഇബ്നു ലഹിയയെ നമുക്ക് കാണാൻ സാധിക്കും. അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ദബ്ത്തിന് 2 ഇനങ്ങളുണ്ട്. ഞാൻ ദബ്ത്തിൻ്റെ തഅരീഫ് നിർവചനം വായിച്ചു. ഇതിൽ നിന്ന് 2 ഇനങ്ങൾ പണ്ഡിതന്മാർ ദബ്ത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു റാവി, സഹീഹായ ഹദീസിൻ്റെ പരമ്പരയിലുള്ള റാവി അദ്ലും ആയിരിക്കണം, അതേപോലെ ദാബിത്തും ആയിരിക്കണം, ദബ്ത്തുള്ള റാവി ആയിരിക്കണം. എത്ര ഇനങ്ങളുണ്ട് ദബ്ത്തിന്? ഒരു കാര്യം നല്ലവണ്ണം അവഗാഹത്തോടെ പഠിക്കുന്ന എന്ന് പറയാം ദബ്ത്ത് എന്ന് പറയാം. ഈ ദബ്ത്ത് 2 ഇനങ്ങളാണ്. ഒന്ന് ദബ്തു സദരി, ഷെയ്ഖ് പറയുന്നു വഅലാ ഹാദാ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫഇന്ന ദബ്ത നൗആനി, ദബ്ത്തിന് എന്തുണ്ട്? 2 ഇനങ്ങളുണ്ട്. ഒന്ന് ഔവലൻ ദബ്തു സദരി, അതായത് ഹൃദിസ്ഥമാക്കുക, മനഃപ്പാടമാക്കുക, ഹദീസ് നല്ലവണ്ണം മനഃപ്പാടമാക്കുക, അതിൽ അവഗാഹം നേടുന്ന പറയും ദബ്തു അസ്സദരി. എന്തതിനർത്ഥം? വഹുവ അൻ യഹ്ഫദ റാവി മാ സമിഅഹു ഹിഫ്ദൻ യുംകിനുഹു മിൻ ഇസ്തിഹ്ദാരിഹി മതാ ശാ. അതായത് ഒരു റാവി താൻ കേട്ട് പഠിച്ചത് ശരിക്കെന്താണ്? ഹിഫ്ദാക്കുന്നു. അത് എപ്പോഴൊക്കെ അയാൾ ഉദ്ദേശിക്കുന്നത്? അപ്പോഴൊക്കെ അത് അയാൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അയാൾ മനഃപ്പാടമാക്കിയ ഹദീസായിരിക്കണം. എന്താ ദബ്തു അസ്സദ്ർ എന്ന് പറയുക, അതായത് ഹൃദിസ്ഥമാക്കുക. 2 എന്താണ്? ദബ്തുൽ കിതാബ്, കൃത്യമായി രേഖപ്പെടുത്തുക. മനഃപ്പാടമാക്കിയത് മാത്രം പോരാ, അത് ശരിക്കെന്താണ്? രേഖപ്പെടുത്തുകയും വേണം. വഹുവ അൻ യസൂന കിതാബഹുൽ ദി കതബ്, അതായത് താങ്കൾ എഴുതിയ ഹദീസിൻ്റെ കിതാബ്, ആ കിതാബിന് എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ഇപ്പം നമ്മൾ സാധാരണ ഈ മെയിൻ്റനൻസിന് ഇവിടെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് സിയാന, അല്ലേ? ഇവിടെ എന്താണ് ശരിക്കും സാന യസൂനു എന്ന വാക്കിൽ നിന്നാണ് സിയാന വന്നത്. അതിൻ്റെ അർത്ഥം സംരക്ഷിച്ചു, സൂക്ഷിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? വഹുവ അൻ യസൂന കിതാബഹുല്ലദീ കതബ, അതായത് താൻ എഴുതിയ കിതാബ് സംരക്ഷിക്കണം. മുൻദു സമിഅ, ഏത് മുതൽ? മുതൽ എന്ന വാക്കാണ് ശരിക്ക് സിൻസ് എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. മുൻദു സമിഅ ഫീഹി, താൻ ഹദീസ് കേട്ട് പഠിച്ചത് മുതൽ.
വസഹഹഹു ഇലാ അൻ യുഅദ്ദിയ മിൻഹു, താൻ ആ കിതാബ് കേട്ട് പഠിച്ച് അതിൽ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വരെ ആ കിതാബ് എന്താണ്, താൻ സംരക്ഷിക്കണം, സൂക്ഷിച്ചു വെക്കണം. വലാ യദ്ഫഅഹു ഇലാ മൻ ലാ യസൂനുഹു, ആ ഹദീസ് ഗ്രന്ഥം, താൻ എഴുതി വെച്ച രേഖ, അതിനെ സൂക്ഷിക്കാതെ സംരക്ഷിച്ച് പോകാത്ത ആൾക്ക് അത് കൊടുക്കാൻ പാടില്ല എന്ന്. വലാ യദ്ഫഅഹു ഇലാ മൻ ലാ യസൂനുഹു വയുംകിനു അൻ യുഗയ്യിറ ഫീഹി ഔ യുബദ്ദിൽ, അതായത് അതിൽ മാറ്റി തിരുത്തലുകൾ വരുത്തുന്ന ഒരാൾക്കും അത് കൈമാറാൻ പാടില്ല. അപ്പോൾ അത് സൂക്ഷ്മതയോടെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. താൻ രേഖപ്പെടുത്തിയ രേഖ, ഹദീസിൻ്റെ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കണം. അതേപോലെ മനഃപ്പാഠമാക്കിയ വിഷയങ്ങൾ ആവർത്തിച്ച് അത് ഉരുവിട്ട് അത് ശരിക്ക് നല്ലവണ്ണം അതിൻ്റെ ആ ഹിഫ്ദ് ഉറച്ച ഹിഫ്ദായിരിക്കണം. അപ്പോൾ ഈ രണ്ട് ഇനങ്ങളും ഏതിനുണ്ട്? ബബ്തിന് ഉണ്ട്. നാം മനസ്സിലാക്കണം. ഇപ്പം ഇമാം ബുഖാരി വലിയ ഇമാമാണെന്നൊക്കെ പറയുമ്പോൾ ഹദീസിൻ്റെ പരമ്പരകൾ സഹിതം നമുക്കൊരു ഹദീസ് മനഃപ്പാഠമാക്കാൻ പ്രയാസം. 40 ഹദീസുകൾ കുട്ടികൾ പഠിക്കുന്ന ഹദീസുകളാണ്. 40 ഹദീസുകൾ തന്നെ പഠിക്കാൻ പ്രയാസം. അപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ ഹദീസിൻ്റെ ഇമാമിയങ്ങൾ എങ്ങനെ മനഃപ്പാഠമാക്കിയത്? അതിൻ്റെ പരമ്പര സഹിതം. നാം മനസ്സിലാക്കണം. നമ്മളൊക്കെ എത്ര ദുർബലരാണ്. ഒരു ഹദീസിൻ്റെ പരമ്പര പോകട്ടെ, ടെക്സ്റ്റ് പോലും നമുക്ക് മനഃപ്പാഠമാക്കാൻ പ്രയാസം. അപ്പോൾ ഈ ഇമാമിൻ എന്ത് ചെയ്തു? ഇമാം ഷാബി പറയാണ്, അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. അതായത് മാ കതബ്തു സൗദാ ഫീ ബൈദാ, എനിക്ക് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷേ ഹദീസുകളൊക്കെ മനഃപ്പാടാണ്. ഇമാം ഷാബി. അപ്പം അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ശരിക്ക് എത്രയോ ത്യാഗങ്ങൾ സഹിച്ച് യാത്രകൾ നടത്തി നമ്മളൊക്കെ എന്താ പറയുക, നല്ല വളരെ സുഖത്തോടെ നമ്മുടെ വീടുകളിൽ കഴിയുന്നു, വാഹനങ്ങളിൽ നമ്മൾ AC കാറുകളിൽ നമ്മൾ സഞ്ചരിക്കുന്നു, എന്നിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ വരുന്നത്. നമുക്ക് ശരിക്കും ഈ പണ്ഡിതന്മാർ ഇവിടെ ചെയ്തു വെച്ച ത്യാഗങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നു. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദീനുമായുള്ളൊരു ബന്ധം വേണം. അതുകൊണ്ട് വലിയ പണ്ഡിതന്മാർ ചെയ്തു വെച്ച ഈ ത്യാഗങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സംഭാവനകളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലത്തിന് നമ്മൾ അല്പമെങ്കിലും ഭാഗവാക്കാണെങ്കിൽ നമ്മളിത് പഠിച്ച് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അതെ, അതായത് വലതുഭാഗത്തിൻ്റെ സഫുകളുടെ വലതുഭാഗത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തെ അറിയിക്കുന്ന സഹീഹ് ഹദീസുകൾ വേറെയുണ്ട്. പക്ഷെ ഇവിടെ ചർച്ച എന്താണ്? ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. ഈ റിപ്പോർട്ട് ശരിക്ക് ഉദ്ധരിച്ച റാവിമാർ ബഹുഭൂരിഭാഗവും ഉദ്ധരിച്ച റിവായത്ത് എന്താണ്? സഫ് ചേർക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹം നൽകുന്നുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിക്കൊണ്ട് അതിലൊരു റാവി എന്തുദ്ധരിച്ചു? വലത് ഭാഗത്ത് എന്നൊരു പദം കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ശരിക്ക് സൂക്ഷ്മമായി പരിശോധിച്ച പണ്ഡിതന്മാർ ഈ ഇസ്നാദുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഇവിടെ ഒരു റൂട്ടിൽ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ടൊരു പദം കണ്ടു. ഈ ഒറ്റപ്പെട്ട പദത്തെ എന്ത് പറയും? ഷാദ് എന്ന് പറയും. അപ്പോൾ അവിടെ ശരിക്ക് ഹദീസിൻ്റെ ടെക്സ്റ്റ് തമ്മിൽ എപ്പോഴും വൈരുദ്ധ്യം വരണമെന്നില്ല. ശരിയല്ലേ? വൈരുദ്ധ്യം വരാതിരിക്കാം. പക്ഷേ ഈ പരമ്പരകൾ സൂക്ഷ്മമായി ശേഖരിച്ച് വെച്ച പണ്ഡിതന്മാർക്ക് മനസ്സിലാവും ഇതെന്താണ്, ഈ പദത്തിൻ്റെ അർത്ഥം ഒരു പക്ഷേ വേറെ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഈ പദം ശരിയല്ല. ഈ പദം എന്തല്ല? മഹ്ഫൂദല്ല. മഹ്ഫൂദായ പദം ഏതാണ്? ഒരു ഉദാഹരണം, പെട്ടെന്ന് വേറൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നബി പറഞ്ഞ ഒരു ഹദീസിൽ, അതായത് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം അവസാന കാലങ്ങളിൽ യൻസിലു ഫീക്കും ഇബ്നു മറിയം ഹക്കമൻ മുഖ്സിത, അതായത് നീതിമാനായ ഒരു ഭരണാധികാരിയായി ഇറങ്ങി വരും. അങ്ങനെ വയക്സിറു അസ്സലീബ് വയഖ്തുൽ ഖിൻസീർ, പന്നികളെ കൊലപ്പെടുത്തും, വധിക്കും, അതേപോലെ തന്നെ കുരിശിനൊക്കെ നശിപ്പിക്കും. സഹീഹായ ഹദീസാണ്, മുസ്ലിമുള്ള ഹദീസാണ്. എന്നാൽ വേറെ ചില റിപ്പോർട്ടുകളിൽ ഒരു പക്ഷേ പരമ്പര ബാഹ്യമായി എന്തായിരിക്കും? സഹീഹായിരിക്കും. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ ഇസ്തിഗാസവാദികൾ തെളിവായി ഉദ്ധരിക്കുന്നത്. എന്താണ്? അങ്ങനെ വല യഖിഫന്ന അലാ ഖബ്രി, അല്ലെങ്കിൽ ലഇൻ ഖാമ അലാ ഖബ്രി, അങ്ങനെ എൻ്റെ ഖബറിൻ്റെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ സുമ്മ ഖാല യാ മുഹമ്മദ്, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ല ഉജീബന്നഹു, ഞാൻ തീർച്ചയായും അതിന് ഉത്തരം നൽകുന്നു.
ഇത് ഇബ്നു അസാക്കിർ റഹ്മഹുല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, താരിഖു ദിമഷ്ക് എന്നൊരു ഗ്രന്ഥം എഴുതി. ആര്? ഇമാം ഇബ്നു അസാക്കിർ. ഇബ്നു അസാക്കിർ താരിഖു ദിമഷ്ക് എന്ന് പറയുന്നതാണ് ദമസ്കസ് ചരിത്രം. എത്ര വാള്യങ്ങളായിരുന്നു? 70 വാള്യങ്ങൾ. 70 വാള്യങ്ങളുള്ള ആ ഗ്രന്ഥം ഇപ്പോഴും അച്ചടിക്കപ്പെട്ട് നിലവിലുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താം. അതേപോലെ താരിഖു ബഗ്ദാദ്, എത്രയോ വാള്യങ്ങളിൽ ഇമാം അൽ ഖത്തീബുൽ ബഗ്ദാദി എഴുതിയ വേറെ ഗ്രന്ഥമാണ് ബഗ്ദാദിൻ്റെ താരീഖ്, ചരിത്രം. ഏതായാലും ഇബ്നു അസാക്കിർ സുബ്ഹാനല്ലാഹ് സഹീഹ് മുസ്ലിമിൻ്റെ ഹദീസ് റിവായത്ത് ധരിച്ചിട്ട് പറയാണ്, വഹാദാ ഹുവൽ മഹ്ഫൂസ്, ഇതാകുന്നു മഹ്ഫൂദായ റിപ്പോർട്ട് എന്ന്. ഏത്? അതായത് ഖബറുമായി ബന്ധപ്പെട്ട പദമൊക്കെ വേറെ ഇസ്നാദിൽ വന്നിട്ടുള്ളത്. അതെന്താണ്? മഹ്ഫൂദ് അല്ല. എൻ്റെ ഖബറിലേക്ക് വന്ന് എന്നോട് സലാം പറയും, അല്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം നൽകും എന്ന റിപ്പോർട്ട് മഹ്ഫൂദ് അല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഈ ഷാദും മഹ്ഫൂദും നാം എന്താണ് ശരിക്കും മനസ്സിലാക്കണം. കാരണം സഹീഹായ വിശ്വാസയോഗ്യരായ ഒരു കൂട്ടം വിശ്വാസയോഗ്യരായ റാവിമാർ ഉദ്ധരിച്ച റിവായത്തിനെതിരെ അതേ ആശയത്തിലുള്ള ഹദീസായിരിക്കും, ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്താണ്, അവിടെ ഒറ്റപ്പെട്ട ഒരു റാവി കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്കെതിരെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഒന്ന് മഹ്ഫൂദും മറ്റൊന്നെന്താണ് ഷാദുമായി മാറും. അതിനൊരു ഉദാഹരണമാണ് എന്താണ്, എൻ്റെ ഖബ്ര ലഇൻ ഖാമ അലാ ഖബ്രി സുമ്മ ഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അത് ശരിക്കും മഹ്ഫൂദായ റിവായത്തിന് വിരുദ്ധമാണ് എന്നർത്ഥം. നമ്മൾ സഫ് പൂർത്തീകരിക്കുക എന്നാണ്. സഫ് പൂർത്തീകരിക്കുക. അപ്പോൾ ആ സഫ് നമ്മൾ പൂർത്തീകരിക്കാതെ നമ്മൾ ഒറ്റപ്പെട്ട് നമ്മളെന്ത് ബാക്കിൽ നിൽക്കാൻ പാടില്ല. അതെ, അത് സഫ് പൂർത്തീകരിക്കാൻ സഹായിക്കുക. വലത് ഭാഗത്തിനാണ് കൂടുതൽ എന്താണ്, ഇമാമിൻ്റെ തൊട്ട് പുറകിലാണ് കൂടുതൽ പ്രാധാന്യം, പിന്നെ വലത് ഭാഗത്ത്, പിന്നെ ഇടത് ഭാഗത്ത്. അങ്ങനെ സഫ് എന്താണ് നാം പൂർത്തീകരിക്കുക, അതിനെ ചേർക്കുക. ചില ആൾക്കാരെന്താണ് റക്അത്ത് കിട്ടുവാൻ വേണ്ടി പിറകിൽ നിൽക്കും. അപ്പം അതെന്താണ് സലാത്തുൽ ഫർദ് ശരിക്കും എന്താണ് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ സലാത്ത് ശരിയല്ല എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കൽ അബൂബക്കർ സഖഫി റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ട് നബി വസല്ലം നമസ്കരിക്കുമ്പോൾ റുക്കൂഅ് ചെയ്തു, ഒറ്റപ്പെട്ട് നമസ്കരിച്ചു. നബി വസല്ലം എന്ത് പറഞ്ഞു? സാദകല്ലാഹു ഹിർസൻ വലാ തഉദ്, താങ്കൾക്ക് അള്ളാഹു കൂടുതൽ ഹിർസ് നൽകട്ടെ, ജാഗ്രത നൽകട്ടെ, ഇനി അത് ആവർത്തിക്കരുത്. അപ്പോൾ ഈ ഒരു ഹദീസ് വേറെ വിഷയത്തിൽ പണ്ഡിതന്മാർ തെളിവാക്കി. അതായത് നബി വസല്ലം റുക്കൂഅ് ചെയ്തപ്പോൾ ആ സഹാബി വന്ന് റുക്കൂഅ് ചെയ്തു. അപ്പോൾ അതോടെ എന്ത് കിട്ടി? റക്അത്ത് കിട്ടിയെന്ന് മനസ്സിലായി. അതാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പഠിപ്പിക്കുന്നത്, ഇമാമിൻ്റെ കൂടെ റുക്കൂഅ് കിട്ടിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ എന്താണ് ഫാത്തിഹയോ നബി വസല്ലം പറഞ്ഞിരുന്നല്ലോ, ഫാത്തിഹ നമസ്കാരമില്ലാന്ന്. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ റുക്നാണ്. എന്താ റുക്ൻ എന്ന് വെച്ചാൽ നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അത് മറന്നു പോയിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണെങ്കിലും അത് ഒഴിവാക്കിയാൽ എന്താണ് നമസ്കാരം ബാത്തിലായി. പക്ഷേ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ എന്താണ് വാജിബാണ്. വാജിബ് എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം ഒഴിവാക്കാൻ പാടില്ല. മനഃപൂർവ്വം അല്ലാതെ ഒഴിവാക്കിയാൽ ഇപ്പോൾ ഇമാമിൻ്റെ കൂടെ റക്അത്ത് കിട്ടുവാൻ വേണ്ടി റുക്കൂഇലേക്ക് പോയി, അവിടെ ഫാത്തിഹ ഓതാൻ എന്തില്ല, സമയമില്ല, റക്അത്ത് കിട്ടി എന്നതിനുള്ള ഹദീസും കൂടിയാണ് ഈ ഒരു ഹദീസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. അല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ ദീന് യഥാർത്ഥ രൂപത്തിൽ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരിൽ ദാഇമാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൽമിൻ്റെയും ബസീറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്തുവാനും അങ്ങനെ മുവഹിദീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك علما نافعا، اللهم إنا نعوذ بك من علم لا ينفع ودعوة لا تسمع. واغفر لنا ربنا وارحمنا وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. الله سبحانه وتعالى ഈ ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ സഹോദരന്മാർക്കും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച സഹോദരന്മാർക്കും ഇത് ശ്രവിക്കുന്ന
നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പഠിത്തം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.